കർത്താവ് എന്നെ കൈവിടത്തില്ല, കർത്താവ് എന്നെ ഉപേക്ഷിക്കത്തില്ല, ഒരു നാളും എന്നെ കൈവിടാത്ത ദൈവം. നമുക്ക് ഒരുമിച്ച് ഏറ്റു പറയാം. കൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ എനിക്ക് സൗഖ്യമുണ്ട്, ദിവ്യാരോഗ്യമുണ്ട്, ദീർഘായുസോടെ ഇരുന്ന് സകല സമൃദ്ധിയും ഞാൻ അനുഭവിക്കും. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും ചെയ്യുവാൻ കഴിയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം എന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയൊരു അഭിഷേകം നമ്മുടെ മേലുണ്ട്. ഇതൊക്കെയും ചെയ്തെടുക്കുവാൻ ഈ ദിവസങ്ങളിൽ പറയണം, എൻ്റെ കരത്തിലൂടെ രോഗികൾ സൗഖ്യമാകും, എൻ്റെ കരത്തിലൂടെ ദൈവത്തിൻ്റെ ഹിതമുള്ള സകല മരിച്ചവരും ഉയർത്തെഴുന്നേൽക്കും, എൻ്റെ കരത്തിലൂടെ ദൈവപ്രവൃത്തികൾ നടക്കും. എൻ്റെ ജീവിതം കണ്ട് അനേകർ പറയും യേശു ജീവിക്കുന്നു. ഞാനൊരു അത്ഭുത സാക്ഷിയാണ്. നമ്മളെ തന്നെ എണ്ണണം, നമ്മളോട് തന്നെ പ്രവചിക്കണം, നമ്മളെ നോക്കി തന്നെ വിളിച്ചു പറയണം, ഞാനൊരു സാധാരണക്കാരനല്ല, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ സാക്ഷിയാണ് ഞാനെന്ന് നമ്മളെ തന്നെ എണ്ണണം. നമ്മളെ തന്നെ എണ്ണുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കാണുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കും. നമുക്കൊരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപ ഇന്ന് അനുഭവിക്കുന്നു. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ ദൈവകൃപ നമ്മളിന്ന് അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുന്നല്ലേ. ഇന്നത്തെ ദിവസവും ഞാൻ പറയുന്നു, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇതൊരു സാധാരണ ദിവസമല്ല, ഇത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദിവസമാണ്. നമുക്കൊരുമിച്ചെന്ന് തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനഭാഗമല്ല, നമ്മൾ എന്തിനെപ്പറ്റിയാണ് ചിന്തിച്ചിരുന്നതെന്ന് ധ്യാനിച്ചതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പുരുഷനെ പറ്റി. നിങ്ങൾ ക്രിസ്തുവിലാണോ ജീവിക്കുന്നത്? നമ്മൾ യേശുക്രിസ്തുവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുക എന്നുള്ളത് ഇന്നലെ കേട്ടതല്ലേ. കർത്താവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുക നമ്മൾ കേട്ടു. അപ്പോൾ ഈ ദിവസങ്ങളിൽ ബന്ധപ്പെടണം. കർത്താവിൻ്റെ ക്രൂശിനോട് നാം അനുരൂപരായി തീർന്നിരിക്കുന്നു. അപ്പോൾ കർത്താവിലാണ് സകല കാര്യങ്ങളും ദൈവം ചെയ്തു വെച്ചിരിക്കും ഇന്നലെ കേട്ടു. അപ്പോൾ ക്രിസ്തുവിൽ വളരണം. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഭാഗ്യകരമായ ജീവിതം. പലപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്നത് വലിയ എന്താ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള. നിങ്ങളൊരു കാര്യം എപ്പോഴും ഓർത്തോണം, നിങ്ങൾക്ക് സ്വർഗവുമായിട്ട് ബന്ധം വന്നിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. സ്വർഗവുമായിട്ട് നമുക്കിതുവരെ ഭൂമിക്കപ്പുറം ഒരു ലോകം, ചന്ദ്രനിലൊക്കെ നമുക്ക് ഓരോരോ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി നമുക്കൊരു ഉപഗ്രഹങ്ങൾ അയക്കുമ്പോഴും മനുഷ്യൻ ഇപ്പോഴും പല ഗ്രഹങ്ങളും ഇന്ന് അസാധ്യം അല്ലേ. ചൊവ്വയിൽ പോകും, അവിടെ പോകും, പിന്നെയും കണ്ടെത്തി കോടിക്കണക്കിന് ഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്ന വലിയൊരു സമൂഹത്തിലാണ് നമ്മളായിരിക്കുന്നത്, വലിയൊരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ ഇതിനേക്കാൾ ഉന്നതനായ ഒരു സ്വർഗം, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഉന്നതനായ ദൈവം ഇരിക്കുന്ന ഒരു സ്വർഗവുമായിട്ട് ഈ ഭൂമിയിലിരിക്കുന്ന നിങ്ങൾക്ക് കണക്ഷനെ തന്നിരിക്കുന്ന ആളാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് അതേപോലെ നമ്മൾ നടക്കണം, അതേപോലെ വേണം നമ്മൾ ജീവിക്കേണ്ടത്. ആ ഒരു മനോഭാവം നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചാൽ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമുക്ക് ഈ ലോകത്തിലെ ഒരു വിഷയങ്ങളും നമുക്ക് അസാധ്യമല്ല. നമ്മുടെ മൈൻഡ് സെറ്റപ്പിൻ്റെ അകത്ത് വ്യത്യാസം വരും. ഞാൻ പലപ്പോഴും ഇങ്ങനെ ഈ യൂട്യൂബിലൊക്കെ ഈ നമ്മൾ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഈ എന്താ പറയുന്നത്, നമുക്ക് ഈ ഭൂമി അല്ലാതെ ഭൂമിക്ക് പുറത്തുള്ള ഗ്രഹങ്ങളെപ്പറ്റിയും അങ്ങനെയുള്ള ഈ നമ്മൾ പറയുന്ന സാറ്റലൈറ്റിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഫുട്ടേജൊക്കെ കാണുന്ന സമയത്ത് അതിശയിക്കാറുണ്ട്. കാരണം ഇന്നും മനുഷ്യൻ അത് എത്തിപ്പെടാൻ കഴിയാത്തൊരു ലോകം. ഇനി ടെക്നോളജി വളർന്നാലും ഈ കോടാനുകോടി ഗ്രഹങ്ങളിലേക്ക് മനുഷ്യൻ ഒരിക്കലും എത്തിപ്പെടാൻ കഴിയത്തില്ല.
പക്ഷേ ദൈവമക്കൾക്ക് ഇതിൻ്റെ കർത്താവിൻ്റെ കൃപയാൽ സ്വർഗവുമായി നമുക്ക് കണക്ഷൻ വന്നിരിക്കുന്നു ഓർക്കുമ്പോൾ അത് വലിയ കാര്യമാണ്. നിങ്ങൾ നിസ്സാരരല്ല. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് എഫേസ്യ ലേഖനത്തിൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നിങ്ങളെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ. നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. വലിയ പ്രവൃത്തികളാൽ ദൈവം നമ്മളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. എനിക്ക് ദൈവാത്മാവ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു സോജൻ എന്ന് പറയുന്ന സോജൻ, ഞാൻ ആ പേര്, ആ വ്യക്തിയുമായിട്ട് ആ കുടുംബത്തിൻ്റെ അകത്തേക്ക് ആ ഒരു മകനുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവ് വലിയൊരു കാര്യത്തെ ഇന്ന് ചെയ്യാൻ പോകുന്നു. തന്നെ ലൈവിൽ കേൾക്കുന്നവരായിക്കോട്ടെ സൂമിലായിക്കോട്ടെ, സോജൻ എന്ന പേര് SOJA എന്ന് ഞാൻ കാണുന്നത്. സോജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് ദൈവാത്മാവിനോട് പറയുന്നു. ഇന്ന് ഈ നിമിഷം ഏറ്റെടുത്താട്ടെ. കർത്താവ് വലിയ പ്രവർത്തികളെ ചെയ്യുവാൻ ഇടയായിത്തീരും. സിസ്റ്റർ പേരിട്ടിട്ടുണ്ടല്ലേ? സ്വോത്രം. ഏറ്റെടുത്തോ സിസ്റ്റർ. എന്നോട് കർത്താവ് പറയുന്ന സോജൻ എന്ന് പറയുന്ന വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുക എന്നോട് പറയുന്നത്. ധൈര്യമായിട്ട് ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് വലിയൊരു കാര്യത്തെ ചെയ്യാൻ വേണ്ടി പോവാണ്. അതോടൊപ്പം തന്നെ ദൈവാത്മ പറയുന്ന ഒരു വർഗീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണക്ട് ചെയ്ത് കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് വലിയൊരു വഴിത്തിരിവിനെ ചെയ്യാൻ വേണ്ടി പോവുക കേട്ടോ. വർഗീസ് എന്ന് പറയുന്ന ഒരാളെ കണക്ട് ചെയ്ത് അത് ഏറ്റെടുത്തോണം. യേശു ഒരു മിനിറ്റ് ഞാൻ ആ സഹോദരിയുടെ പറഞ്ഞത് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന സഹോദരിയോടാണ് പറഞ്ഞത്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയോട് പറഞ്ഞത് സോജൻ എന്ന് പറയുന്ന വ്യക്തിയെ ബന്ധപ്പെടുത്തി വർഗീസ് എന്ന് പറയുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നന്മ തുറക്കാൻ വേണ്ടി പോവാണ്. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചു. വലിയ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഓവർഫ്ലോ നമ്മുടെ നടുവിലേക്ക് ഇന്ന് നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. നമ്മുടെ ഈ പ്രാർത്ഥനയിൽ രശ്മി എന്ന് പറയുന്ന ആളുമായിട്ട് ബന്ധമായാലുണ്ട്. രശ്മിയുണ്ട്. രശ്മിക്ക് ഒരു സഹോദരിയുണ്ട്. രശ്മി എന്നാണ് പേര്. രശ്മിയുടെ കൂടെ തന്നെ രശ്മിക്ക് ഒരു സഹോദരിയും കാണിക്കുന്നുണ്ട്. യേശുവിൻ്റെ രശ്മി. നിങ്ങൾക്ക് സഹോദരിയുണ്ടോ? രശ്മിയുടെ സുമി. എനിക്ക് ആ സിസ്റ്റർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. രശ്മി ആ സിസ്റ്റർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ ആ മകളെ കർത്താവ് തൊടാൻ പോകും. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി എന്ന് കർത്താവ് ചെയ്യാൻ പോകും. ഞാനൊരു ആൺ തലമുറയെ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം ആ കുടുംബത്തിൻ്റെ അകത്ത് ഒരു ആൺ തലമുറയെ ഞാൻ കാണും. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുന്നു കേട്ടോ. കർത്താവ് എന്നെ തൊടുന്നായിട്ട് കാണിക്കുന്നു. അവ ആ കുടുംബം 3 ആമ്പിള്ളേരാ ഉള്ളത് അവർക്ക്, സിസ്റ്ററിന്. 3 ആമ്പിള്ളേർ. അതിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു ചെറിയ കൊച്ചായിട്ട് കാണുന്നത്, ചെറിയൊരു പയ്യനെ കാണുന്നത്, ഇളയതായിട്ടാണ് ഞാൻ കാണുന്നത്. അവനെ 9 വയസ്സുള്ള മോന്. അവനെ ദൈവം തൊടുക കേട്ടോ. അവനുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറയുന്നത് ഈ ദിവസങ്ങളിൽ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ കുടുംബത്തിൻ്റെ അകത്ത് ആ വ്യക്തിയോട് പറയണം, കുടുംബത്തിൻ്റെ അകത്ത് വലിയൊരു അനർത്ഥത്തെ വിട്ടു മാറാൻ വേണ്ടി പോവാണ്. ദൈവമാണത് ചെയ്യുന്നതെന്ന് കാണത്തക്കവണ്ണം കർത്താവ് ഇടയാക്കും കേട്ടോ. ആമേൻ. യേശുവേ നന്ദി കർത്താവ്. യേശുവേ നന്ദി കർത്താവ്. ഞാൻ ഈ ഒരു വേറൊരു പേര്, ഒരു ഫുൾ നെയിമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ അകത്ത് ഈ ബാബു ആൻ്റണി എന്ന് പറഞ്ഞുകൊണ്ട്, ബാബു ഫുള്ളായിട്ടുള്ള പേരാണത്. ബാബു ആൻ്റണി എന്ന് തന്നെ ആ കൂട്ടത്തിൽ പേരുണ്ട്. ബാബു എന്നും ബാബു ആൻ്റണി എന്നും കൂടെ വരുന്ന ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് ഇങ്ങനെ സ്പർശിക്കുന്നതായിട്ട് എന്നെ കാണിക്കുന്നത്. ബാബു ആൻ്റണി. അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം കൊണ്ട് പറയുന്നു, ആ കുടുംബത്തിൻ്റെ അകത്ത് വലിയൊരു ദൈവിക സ്വസ്ഥതയെ കർത്താവ് അയക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണം. പരിശുദ്ധാത്മാവ് എന്ന കുടുംബത്തെ ഇന്ന് സ്പർശിക്കുന്നു. വലിയ പ്രവർത്തികളാൽ ദൈവം ഇന്ന് നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ഇന്ന് ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് തിരുവചനങ്ങളിലേക്ക് കയറാം. കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് വേഗത്തിൽ തിരിച്ചു വരാം. ഇതിനിടയിൽ പരിശുദ്ധാത്മാവ് എങ്ങനെ കൊണ്ടുപോകുന്നു, കർത്താവ് അങ്ങനെ തന്നെ ഈ വചനത്തെ കൊണ്ടുപോകാൻ ഇടയായി തീരട്ടെ. നമുക്കിന്ന് വചനത്തിൽ നിന്ന് അല്പനേരം കേൾക്കാം. ആരാധന യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് എല്ലാവരും അല്പനേരം പ്രാർത്ഥിച്ചു. കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പം നന്ദി കർത്താവേ. നന്ദി കർത്താവേ. ഞങ്ങളൊന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവാത്മാവെ അങ്ങ് സഹായിക്കുന്നല്ലപ്പാ. അങ്ങ് സഹായിക്കുന്നല്ലപ്പാ. അങ്ങ് സഹായിക്കുന്നല്ലപ്പാ. യേശുവേ ആരാധന. ഞാൻ ഈ ചിറമേൽ എന്ന് പറഞ്ഞൊരു വീട്ടുപേര് എന്നെ കർത്താവ് കാണിക്കുക. ചിറമേലിന് എഴുതിയേക്കുന്നൊരു വീട്ടുപേര്, ചിറമേൽ എന്നാണ് ആ വീട്ടുപേര് കാണിക്കുന്നതും. ആ വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് ആ വീടിൻ്റെ അകത്ത് ഈ ഒരു ചിറമേൽ എന്നുള്ള വീട്ടുപേരാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സഹോദരിയുടെ വീട്ടുപേരാ ചിറമേൽ എന്നുള്ള, അവളെ കല്യാണം കഴിച്ചേക്കുന്നത്. അതെവിടെയാ? അത് തൊടുപുഴ.
തൊടുപുഴ, ഞാൻ പ്രാർത്ഥിക്കുമെല്ലാം ചിറമേലിനെ കാണിക്കുന്നത്, എന്നെ കാണിക്കുന്ന ചിറമേൽ എന്ന് പറയുന്നൊരു ഭവനത്തെ കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ മേലെ സഹോദരിയോട് പറയണം വിഷമിക്കേണ്ട, കർത്താവ് നിൻ്റെയും നിൻ്റെ കുടുംബത്തെയും തലമുറകളെയും കർത്താവിൻ്റെ കരത്തിൽ സുരക്ഷിതരാന്ന് പറഞ്ഞോണം. ദൈവത്തിൻ്റെ കർത്താവ് നമ്മുടെ സഹായിക്കുവാൻ ഇടയായിത്തീരും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ ഇന്ന് നമ്മുടെ നടുവിൽ നടക്കും. യേശു ക്രിസ്തുവിൽ നമുക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകാം. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. എനിക്കറിയത്തില്ല, വലിയൊരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഓവർഫ്ലോ നമ്മുടെ നടുവിൽ നിന്ന് വ്യാപരിക്കുന്നുണ്ട്. എല്ലാവരും അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച് ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ഞങ്ങളുടെ വലിയ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിയുന്നല്ലപ്പാ. നന്ദി കർത്താവെ. ഞാൻ എൻ്റെ ഒരു വാക്ക് എന്നെ കേൾക്കുക. ഈ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഇതാ കേൾക്കുന്ന, ആ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചില ഫിനാൻഷ്യൽ മേഖലകളിൽ കുരുങ്ങിക്കിടക്കുന്ന വ്യക്തിയെ, ഒന്നിലധികം വ്യക്തികളെ ഞാൻ കാണുന്നു. സൊസൈറ്റിയുമായിട്ട്, അങ്ങനെ ഒരു വാക്കാണ് പറയുന്നത്, സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്ത് അതിൻ്റെ അകത്ത് കുരുക്ക് പോലെ കിടക്കുവാണ്. അഴിയാൻ പറ്റാത്ത ചില കുരുക്കിൻ്റെ അകത്ത് കിടക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഇന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, അങ്ങയുടെ വലിയ കൃപ ഇന്ന് ചൊരിയുന്നല്ലോ. ആരാധന യേശുവേ, ആരാധന യേശുവേ. ഞങ്ങളിന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന പിതാവേ, അങ്ങയുടെ വലിയ കൃപ ഇന്ന് ചൊരിയുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു വ്യക്തിയുടെ ഇടത് കാലിൻ്റെ മുട്ടിൻ്റെ താഴെയായിട്ട് ഈ കറുത്ത കളറിൽ ഇങ്ങനെ ഒരു പാടല്ല, വർഷങ്ങളായിട്ട് എന്തോ ഒരു അസുഖം നിമിത്തം ഉണ്ടായ ആ ഒരു മുട്ടിൻ്റെ താഴെയായിട്ട് പാദത്തിൻ്റെ മുകളിലായിട്ട് വട്ടത്തിൽ ഇങ്ങനെ കറുത്ത കളറിൽ കിടക്കുന്ന ഒരു ഇതുപോലെ ഞാൻ കാണുവാണ്. ഇപ്പോൾ കർത്താവിനോട് പറയുന്നു, ആ കാലുകളെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സാക്ഷ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങൾ കൊണ്ടുപോകുന്ന കൈ അവിടെ എത്തി വെച്ച് ആ പാടുൾപ്പെടെ മാഞ്ഞു പോകാൻ വേണ്ടി പോവാം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി, അങ്ങ് അത്ഭുതം ചെയ്തതിന് നന്ദി. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് കർത്താവ് മറ്റൊരു കാര്യം പറഞ്ഞു. ഈ വർക്കല എന്ന് പറയുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സിന്ധു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുക. വർക്കല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സിന്ധു എന്ന് പറയുന്ന വ്യക്തി ഇതെന്നെ കേൾക്കുന്നു. ഞാൻ കാണുന്നത് സിന്ധുവിൻ്റെ ഭായിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു നീണ്ടിരിക്കുന്ന കുറച്ച് പേപ്പറുകൾ ഇങ്ങനെ, അതായത് നമുക്കറിയാം നീണ്ടിരിക്കുന്ന, അതായത് മടക്കി വെച്ചിട്ടുള്ള നീണ്ടിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു കൂടിൻ്റെ അകത്ത് ബായിൻ്റെ അകത്ത് വെച്ചിട്ട് നടക്കുന്ന ഒരു സിന്ധുവിനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. എന്നോട് തമ്പുരാൻ പറയുന്നു, അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന പേപ്പറിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച കർത്താവ് വ്യക്തമായിട്ട് കാണിക്കുന്നു. ആ പേപ്പർ നീണ്ടിരിക്കുന്ന ആ പേപ്പർ, അതായത് ചുരുട്ടി വെച്ചേക്കുമല്ല, മടക്കിയിട്ട് അത് നീണ്ടായിരിക്കുന്നത്, ചതുരത്തി മടക്കി വെച്ചേക്കുമല്ല, ഒറ്റ മടക്കിൽ നീണ്ടിരിക്കുക. നമ്മളൊരു വലിയ നീളമുള്ള പേപ്പർ ഒറ്റ മടക്കി എങ്ങനെ ഇരിക്കും, അങ്ങനെ നീണ്ടിരിക്കുന്ന ഒരു പേപ്പർ അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കർത്താവ് പറയുന്നു, ഇന്ന് ബ്ലോക്കായി നിൽക്കുന്ന വഴികളെ സ്വർഗത്തിലെ ദൈവം സാക്ഷ്യമാക്കി മാറ്റാൻ പോകുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹാലേലൂയ. ഒരുമിച്ച് എൻ്റെ കൂടെ പറഞ്ഞാട്ട്, അത് ഇന്ന് ലൈവിൽ കാണുന്നതായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, ഇന്ന് സൂമിലായിക്കോട്ടെ, അത് ഏറ്റെടുത്തു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കാൻ വേണ്ടി പോവാണ്. എനിക്കറിയാം ഇത് നമ്മൾ ഈ സൂമിൽ മാത്രമല്ല കൂടി വന്നിരിക്കുന്നത്, കംപ്ലീറ്റ് ഇത് ലൈവിൽ പോകുന്നുണ്ട്. ഇതിനകത്തെല്ലാം കൂടി വരുന്നവരെല്ലാം ഞാൻ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് നിങ്ങൾക്ക് ലൈവിൽ കാണുന്നവർക്ക് ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട് സൂമിൻ്റെ, നിങ്ങൾക്ക് അതിലൂടെ സൂമിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. വേഗത്തിൽ നമുക്ക് വചനങ്ങളെ കേട്ടതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വലിയ പ്രതീക്ഷയോടെ വേണം ഇരിക്കാൻ. കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് നമ്മൾ പലപ്പോഴും വലിയ വലിയ ആൾക്കാരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങൾ ചോദിക്കാറില്ലല്ലോ. നമ്മളവിടെ പോയിട്ട് ഒരിക്കലും ചെറിയ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാറില്ല, വലിയ വലിയ കാര്യങ്ങളെപ്പറ്റിയുള്ളൂ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്ന വ്യക്തികൾക്ക് വലിയ ചിന്തകൾ ഉണ്ടായിരിക്കണം, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാം. നമുക്ക് പരിചിതമായ വാക്യമാണ്. കർത്താവിനെ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവരെ ശാസിച്ചു. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വചനഭാഗമാണ്. നിങ്ങൾക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മൾ വേദപാഠങ്ങളിലൊക്കെയും
പിള്ളേരുടെ ക്ലാസ്സുകളിലൊക്കെയും എന്തിന് ഞാൻ പറഞ്ഞതുപോലെ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വാക്യമാണ്. ശിശുക്കളെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന സമയത്ത് കർത്താവ് അവരെ തടഞ്ഞില്ല. അവരെ തടഞ്ഞ ശിഷ്യന്മാരെ കർത്താവ് എന്ത് ചെയ്തു? ശാസിച്ചു. എൻ്റെ അടുക്കിലേക്ക് വരുന്ന പിള്ളേരെ, കുഞ്ഞുങ്ങളെ തടയരുത് എന്ന് കർത്താവ് പറയുന്ന ചില വചനഭാഗങ്ങൾ വളരെ ഫേമസ് ആണ്. നിങ്ങൾക്ക് കുഞ്ഞുനാൾ മുതലേ നിങ്ങൾ ഏത് മതത്തിലുള്ള ആളായിക്കോട്ടെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? യേശുവിന് കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ചിന്തയിൽ കർത്താവ് എന്തിനാണ് ഈ ശിശുക്കളെ ഇത്ര ഒരു പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചില പ്രത്യേകതകൾ നമുക്ക് ഈ ശിശുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ, ബൈബിൾ ഒരു വാക്യമുണ്ട്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും പുറകെ വരും. ഞാൻ പലപ്പോഴും ഈ പ്രാർത്ഥന, ഈ ജീവിതത്തിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ അനുഗ്രഹത്തെപ്പറ്റി പ്രസംഗിക്കാറുണ്ട് അല്ലേ? അനുഗ്രഹത്തെപ്പറ്റി പ്രസംഗിക്കാറുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നും വലിയ പ്രവർത്തികളൊക്കെ ചെയ്യുമെന്ന് നമ്മൾ കേൾക്കാറുണ്ട്. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചോണം, ഈ കർത്താവിനൊരു പ്രത്യേകതയാണ്. കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്നയാളാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്നയാളാണ്. മറന്നുപോലെ നമ്മുടെ സകല ആവശ്യങ്ങളും നമ്മൾ അതിൽ സ്ട്രഗിൾ ചെയ്യുമ്പോൾ, നമ്മൾ വേദനിക്കുമ്പോൾ, നമ്മൾ സന്തോഷിക്കുമ്പോൾ, നമ്മൾ സങ്കടപ്പെടുമ്പോഴൊക്കെയും യേശു നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് ഉയരത്തിലും ഞാൻ ഭൂമിയിലുമല്ല. ബൈബിൾ പറയുന്നു, ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന കുഞ്ഞുങ്ങളെ കർത്താവ് തടഞ്ഞില്ല. പകരം അവരെ തടഞ്ഞ ശിഷ്യന്മാരെ കർത്താവ് ശാസിച്ചു. യേശു പറയുകയാണ്, അത് കണ്ടാരെ മുഷിഞ്ഞവരോട് ശിശുക്കളെ എൻ്റെ അടുക്കിലേക്ക് വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവർക്കല്ലോ. എൻ്റെ അർത്ഥം, ഇപ്പം കർത്താവ് പറയുകയാണ്, ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കത്തില്ല എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മിടുക്കുകൊണ്ടോ കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ കയറാൻ പറ്റുന്ന ഒന്നല്ല. ഇനി താഴേക്ക് വരുമ്പോൾ ഈ യേശു ക്രിസ്തു ഇതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്നിട്ട്, എനിക്ക് വന്ന അയാൾ പ്രസംഗം പോലും കേട്ട് കാണത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രസംഗമൊന്നും കേട്ട് കാണത്തില്ല പുള്ളി. അവന് പുറപ്പെട്ട് യാത്ര ചെയ്തപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു. അപ്പോൾ യേശുവിന് അങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം മറ്റ് യഹൂദന്മാരും പരീശന്മാരും ഒക്കെ കർത്താവിനെ പല രീതിയിൽ പല പേരുകൾ വിളിക്കുമ്പം ഇദ്ദേഹം വന്നിട്ട് ഭയങ്കര രീതിയിലൊന്ന് സോപ്പിട്ടു, നല്ല ഗുരു. അപ്പം അടുത്ത ഒരു വലിയൊരു കാര്യം ചോദിക്കുകയാണ്, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പം തൊട്ടുമൂളി കർത്താവ് പറഞ്ഞു, ശിശുക്കൾക്ക് പോലെ ദൈവരാജ്യത്തെ കൈക്കൊള്ളുമെന്ന് പറഞ്ഞ് പ്രസംഗമെല്ലാം പ്രസംഗിച്ച് കർത്താവ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുവാണ്, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകരുത്. ശിശു ഒരിക്കലും ചോദിക്കത്തില്ല, അപ്പാ എനിക്ക് ആ കടയിലിരിക്കുന്ന ആ കപ്പ് കേക്കോ ചോക്ലേറ്റോ കിട്ടാൻ വേണ്ടി ഞാൻ എന്നാ അപ്പാ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാനുള്ള അവൻ ചിന്തിക്കത്ത് പോലില്ല പിള്ളേരല്ലേ. ഇന്നേ വരെ ഏതെങ്കിലും കൊച്ചു വെച്ചാൽ അപ്പാ എനിക്ക് ആ മുട്ടായി വേണം, അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ കർത്താവ് ഈ പ്രസംഗം എല്ലാം പ്രസംഗിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്ന സമയത്ത് ഒരു വ്യക്തി ചോദിക്കുകയാണ്, നല്ല ഗുരു, ഞാൻ ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല കേട്ടോ, എപ്പോഴും ഓർത്തോണം. നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. അതിനേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. അടുത്ത വാക്യത്തിൽ പറയുന്നു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, എൻ്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക, കൽപ്പനകൾ, ഇതെല്ലാം കർത്താവിനായ പ്രമാണവും കൽപ്പനകളും എല്ലാം ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞു തീർക്കുക. ഉടനെ തിരിച്ചവൻ്റെ മറുപടി, യേശുവിനോട് ആ മകൻ പറയുകയാണ്, ഗുരു, ഇതൊക്കെയും ചെറുപ്പം മുതൽ, ഇതൊക്കെ ഞാൻ വേദപാഠ ക്ലാസ് മുതലേ പഠിച്ചു വന്നയാള്, വേറെ എന്തെങ്കിലും ഉണ്ടേ പറ എന്ന രീതി പുള്ളി പറയുകയാണ്, ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ പ്രമാണിച്ചു പോന്നു. അപ്പോൾ കർത്താവിന് മനസ്സിലായി, ഇവൻ ദൈവരാജ്യത്തെ എന്ത് ചെയ്യാൻ നോക്കുവാണ്? പിടിച്ചെടുക്കാൻ നിൽക്കുക. കർത്താവിൻ്റെ മറുപടി, യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു, ഒരു കുറവ് ഞാൻ നിനക്ക് കാണുന്നു, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിലെ നിക്ഷേപം നിനക്കിതുണ്ടാവും. ഈ പ്രസംഗം വെച്ചുകൊണ്ട് പല ആൾക്കാരും പറയാറുണ്ട്, യേശുവിന് സാമ്പത്തിക അനുഗ്രഹം ഭയങ്കര വെറുപ്പാണ്.
നമ്മളിങ്ങനെ ഭിക്ഷക്കാരെ പോലെ എല്ലാ വീട്ടിലും പോയിട്ട് അരി തായോ 1 രൂപ തായോ 5 രൂപ ഇത് കണ്ട് സന്തോഷിക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ പലപ്പോഴും പ്രസംഗിച്ച് കേട്ടിരിക്കുന്നത്. കാരണം ബൈബിളിൽ അങ്ങനെ ഉണ്ടല്ലോ. കാര്യം ഒരു ധനവാനായ ഒരു മനുഷ്യനോട് യേശു പറയുക, നിനക്കുള്ളതെല്ലാം വിറ്റുപെറുക്കുക. എൻ്റെ അർത്ഥം നിനക്ക് വീടുണ്ടെങ്കിൽ അത് വിൽക്കുക, കാറുണ്ടെങ്കിൽ വിൽക്കുക, നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്വത്തുണ്ടെങ്കിൽ വിൽക്കുക, ഇതെല്ലാം വിറ്റിട്ട് ദരിദ്രന് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗരാജ്യം കിട്ടും. അപ്പം നമ്മൾ എന്ത് ചിന്തിച്ചു? നമ്മുടെ വീടും കാറും എല്ലാം വിറ്റിട്ട് വേണം സ്വർഗത്തിൽ പോകാൻ, ഇതെല്ലാം കൊടുത്താലേ സ്വർഗത്തിൽ കിട്ടത്തുള്ളതൊരു ചിന്ത. പലരും അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ. 22-ാം വാക്യത്തിൽ പറയുന്നു, അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തെങ്കിൽ അവൻ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. കണ്ടോ, പുള്ളി ഇപ്പോൾ ദൈവരാജ്യവും നിത്യജീവനും മേടിക്കാൻ വന്ന ആളാണ്. പക്ഷെ അയാൾ ദുഃഖിച്ചു പോയി. യേശുവിന്റെ അടുക്കിലേക്ക് വന്ന ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും ദുഃഖിച്ചു പോകുന്ന ഒരാൾ. മനസ്സിലാകുന്നുണ്ട്. അവന് ദുഃഖം വരാൻ കാരണം എന്താണെന്നറിയാവോ? അവൻ സമ്പന്നനായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ സമ്പന്നന്മാർക്കേറെ യേശുവിന് ഇത്ര വെറുപ്പാണോ? യേശുവിന് സമ്പന്നന്മാരെ വെറുപ്പായിട്ടല്ല, ദൈവത്തിൻ്റെ ഒരു നന്മയും നിങ്ങൾ വില കൊടുത്ത് മേടിക്കാൻ നിൽക്കരുത്. നിങ്ങൾ തുടക്കത്തിലെ വാക്ക് ഞാൻ അതുകൊണ്ടാണ് വായിപ്പിച്ചത്. കർത്താവ് ആദ്യം തന്നെ പറഞ്ഞു, ശിശുക്കളുടെ പ്രത്യേകത അങ്ങനെയുള്ളവർക്കാണ് ദൈവരാജ്യം. അതായത് അവർക്കൊരു പ്രത്യേകതയുണ്ട്, അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് 1 കിലോ അരിക്ക് പൈസ കുഞ്ഞുങ്ങളുടെ വല്ലതും ഉണ്ടോ? നിങ്ങൾ പറയാം, നാളെ മുതൽ ചോറ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും 10 രൂപ വെച്ച് തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞാൽ വല്ലോ ഗതിയുണ്ട് അവർക്ക്? കുഞ്ഞുങ്ങളെ കൊണ്ട് വല്ലോ നടക്കുമോ? ഇതാ കർത്താവ് ഉദ്ദേശിച്ചത്. ദൈവസന്നിധി വന്ന് ബലം പിടിക്കരുത് കേട്ടോ. കർത്താവിൻ്റെ മുമ്പിൽ വന്നിട്ട്, കർത്താവ് ഞാൻ എന്നാ ചെയ്യേണ്ടത്? ഞാൻ ബ്രദറെ, ചിലർ പറയും, ബ്രദറെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയും, എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് പങ്കുചേര്. ഓ ബ്രദറെ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആമേൻ. ഈ പ്രാർത്ഥനയ്ക്ക് പങ്കുചേരാന്ന് പറഞ്ഞാൽ കർത്താവുമായി കൂട്ടായ്മ ആചരിക്കുക. ഇവിടെ വചനം പറയുന്നവൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനത്തിന് ഇടറിപ്പോയി. ഇനി 23-ാം വാക്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വായിച്ചപ്പം ഒരു നമുക്കൊരു ചിരി വരുമല്ലോ. ഇത് 22-ാം വാക്യത്തിൽ പറയുന്നു, യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. അപ്പം ശിഷ്യന്മാർ പറഞ്ഞു കാണാം, അപ്പം ഞങ്ങൾ രക്ഷപ്പെട്ടു. കാര്യം എന്തുവാ? ഉള്ള വള്ളവും വലയൊക്കെ വിറ്റേച്ച് കർത്താവിൻ്റെ പുറകെ വന്നിരിക്കും. അപ്പം ഞങ്ങളെ പറ്റിയാണോ? ഞാൻ പറഞ്ഞു, പത്രോസ്ലിയൊക്കെ ഭയങ്കര മിടുക്കന്മാരാണ്. യേശു ചുറ്റും നോക്കിയിട്ട് പറയുക, ശിഷ്യന്മാരോടും കൂടെ പറയുക, സമ്പത്തുള്ളവൻ. അപ്പോൾ നമ്മുടെ ചിന്തയിൽ ഈ സാമ്പത്തിക അനുഗ്രഹം എന്നൊക്കെ ബ്രദർ വിളിച്ചു പോകുമ്പം കർത്താവിന് ഇതൊന്നും ഇഷ്ടമൊന്നുമല്ല കേട്ടോ എന്ന ചിന്തയാണേ. ദൈവരാജ്യത്തിൽ കിടക്കുന്ന എത്ര പ്രയാസമെന്ന് പറഞ്ഞു. അവൻ്റെ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. കാര്യം അവർ വിസ്മയിക്കും. കാര്യം 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്ത്, മീൻ്റെ വായിന്ന് ടാക്സിൻ്റെ പൈസയും കൊടുത്തിട്ട്, ബൈബിൾ പഴയ നിയമം മുതലേ വാരി വിതറി കൊടുക്കുവാൻ സമ്പത്ത് വരുമെന്നും ഐശ്വര്യവും സമ്പത്തും നിൻ്റെ ഭവനത്തിൽ ഉണ്ടാകുമെന്നും നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെ നിൻ്റെ പുറകെ വരുമെന്നും നിനക്ക് നന്മയുണ്ടാകുമെന്നും നിനക്ക് കളപ്പുരകളെ അനുഗ്രഹിക്കുമെന്നും സ്ഥലം പോരാതെ കൊണ്ട് അനുഗ്രഹിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇതേ ദൈവം മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ കിടക്കത്തില്ലെന്നും. വചനം പറയുന്നു, അവൻ്റെ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെയും, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നത് എളുപ്പമെന്ന് പറഞ്ഞു. അവർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷ പ്രാപിക്കുവാൻ ആർക്കു കഴിയുമെന്ന് തമ്മിൽ പറഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ പറയാം, അങ്ങനെയാണെങ്കിൽ പിന്നെ കർത്താവ്, ഞങ്ങളുടെ നാട്ടിലെ കാശുള്ളവരൊന്നും സ്വർഗത്തിൽ പോകത്തില്ലേ? ഇനി സാമ്പത്തികമായിട്ട് അനുഗ്രഹമുള്ളവരാരും ദൈവരാജ്യത്തിൽ കയറത്തില്ലേ? ഇവരിങ്ങനെ പരസ്പരം പറയാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം, ഈ സമ്പത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ. നിങ്ങൾ തൊട്ടുമുള്ളത്തൊരു വാക്യത്തിൽ ഒരു വ്യക്തി വന്ന് പറയുന്നൊരു വാക്കുണ്ട്. അവൻ പറയുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. കർത്താവ് ചെറുപ്പം മുതലേ സകല കൽപ്പനകളും അനുസരിച്ച്, എൻ്റെ അർത്ഥം ഞാൻ യോഗ്യനാന്നാണ് എൻ്റെ അർത്ഥം. അവൻ പറയുന്നത്, കർത്താവ് പറയും കൽപ്പനയൊക്കെ നീ അനുസരിച്ചു എന്ന് വെച്ചപ്പോൾ അവൻ പറയും ഞാൻ യോഗ്യനാ കർത്താവ്. തമ്പുരാൻ അത് ഇഷ്ടപ്പെട്ടില്ല. അവൻ്റെ ചിന്തയിൽ, മനുഷ്യൻ്റെ ചിന്തയിൽ നമ്മളെന്തോ വലിയ ആളാണെന്ന് മനസ്സിലാക്കണം. ഉൽപ്പത്തി വായിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നത്, ദൈവം സ്വർണം കൊണ്ടല്ല നമ്മളെ നിർമ്മിച്ചത്, വെള്ളി കൊണ്ടോ പൊന്നുകൊണ്ടോ ഗോൾഡ് കൊണ്ടോ ഡയമണ്ട് കൊണ്ടോ ഒന്നുമല്ല നിർമ്മിച്ചത്, നിലത്തെ പൊടി കൊണ്ടാണ്. ഉൽപ്പത്തി പറയുന്നത് ഭൂമി പാഴും ശൂന്യമായി കിടന്നു, വേസ്റ്റായി കിടക്കുന്ന പറഞ്ഞ്. ഈ വേസ്റ്റായി കിടന്ന ഭൂമിയിൽ നിലത്ത് ചവിട്ടി മെതിക്കുന്ന പൊടിയിൽ നിന്നും മനുഷ്യനെ നിർമ്മിച്ചിട്ട് മനുഷ്യൻ വന്നിട്ട് ചോദിക്കുക, ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന്. ഇപ്പം മനസ്സിലായോ? ഇതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നീ എല്ലാം ചെയ്തു, പക്ഷേ നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ സകല സമ്പത്തും വിറ്റേച്ച് നീ എൻ്റെ പുറകെ വാ. അടുത്ത ഡിമാൻഡ് കാണിക്കുക. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ മേടിക്കാൻ നിൽക്കരുത്. എൻ്റെ കൂടെ എന്ന് ഒരുമിച്ച് പറഞ്ഞ, എൻ്റെ കർത്താവേ, എനിക്കുള്ളതെല്ലാം ദൈവം തന്ന ദാനമാണെന്ന് പറ.
എനിക്കുള്ളതെല്ലാം നിന്റെ ദൈവം തന്ന ദാനമാണ്. എല്ലാം ദൈവം ദൈവം തന്ന ദൈവം തന്ന ദാനമാണ്. ദാനമാണ്. ദൈവം തന്ന ഉള്ളതെല്ലാം ദൈവം തന്ന ദാനമാണ്. ദൈവം തന്ന ദാനമാണ്. ആമേൻ. മറക്കരുത്. അപ്പൊ ഈ മനുഷ്യൻ അവൻ എന്തുകൊണ്ടാണ് അവന്റെ സകല സ്വത്തുക്കൾ യേശു ഒരിക്കലും അവൻ ഞാൻ ആലോചിക്കുക, അവൻ സ്വത്തും എല്ലാം വിറ്റേച്ച് നാളെ അവൻ വീടുമില്ല, അവന് ഒന്നുമില്ല, ഒരു ഗതിയില്ലാതെ നടക്കുന്നതാണോ യേശുവിന് ഇഷ്ടം? അതല്ല അവിടെ കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഉത്തരം പറയുന്നുണ്ട്, സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. മനസ്സിലാകുന്നുണ്ടോ? സമ്പത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് സാമ്പത്തിക അനുഗ്രഹത്തെപ്പറ്റി മാത്രമല്ല. തുടക്കത്തിൽ തന്നെ നിങ്ങൾ വായിക്കുമ്പോൾ ആ വചനം ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അവൻ പറയുന്നൊരു വാക്കുണ്ട്. കർത്താവോട് ചോദിച്ചു, നീ എന്ത് ചെയ്യണം? അവിടെ നിങ്ങൾ 19-ാം വാക്യത്തിൽ പറയുന്നത്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക, നീ കൽപ്പനകളെ മൊത്തം അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഉടനെ പുള്ളി പറയുകയാണ്, അവനോ ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതലേ, വളരെ സിമ്പിളായിട്ട് പറയും, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതലേ എന്ത് ചെയ്യുന്ന പ്രമാണിച്ചു വരുന്നൊരു നല്ല മനുഷ്യനാണ്. എൻ്റെ അർത്ഥം ഞാൻ യോഗ്യനാണ് നിത്യജീവന്. ആർക്കാ യോഗ്യതയുള്ളത്? അങ്ങനെ നിങ്ങൾക്ക് എല്ലാ യോഗ്യത ഉണ്ടായിരുന്നെങ്കിൽ യേശു ഭൂമി വരേണ്ട കാര്യമില്ല. യോഗ്യതയുള്ളവരെ കർത്താവ് കൊണ്ടുപോയാൽ പോരായിരുന്നു. ബൈബിൾ പറയുന്നു, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സദൃശ്യത്തിലും പാപനിമിത്തവും ഭൂമിയിലേക്ക് അയച്ചു, കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ. മനസ്സിലായിക്കോണം. കർത്താവ് വന്നത് തന്നെ എൻ്റെ കഴിവുകേടാ. എൻ്റെ കൂടെ എന്ന് പറഞ്ഞു, യേശു വരാൻ കാരണം എൻ്റെ കഴിവുകേടാണെന്ന് പറഞ്ഞു. യേശു വരാൻ കാരണം എൻ്റെ കഴിവുകേടാന്ന് പറ. ആമേൻ. ആദ്യം മനസ്സിലാക്കണം, യേശു വന്നത് ഞാൻ വലിയ ആളായതുകൊണ്ടല്ല, ഞാൻ കഴിവില്ലാത്തവനാന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഇപ്പൊ മനസ്സിലായോ? ഞാൻ യോഗ്യനല്ല എന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയ തെളിവാണ് യേശു ഭൂമിയിൽ വന്നത്. ഇതിൽ പരം തെളിവ് വേറെ ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഈ മനുഷ്യനോട് കർത്താവ് പറഞ്ഞില്ല, എടാ മിടുക്ക, നീ കൊള്ളാലോ, നീ നാളെ മുതൽ ആ പത്രോസിലേക്ക് ഇരിക്കുന്ന കസലേക്ക് കയറി അങ്ങ് ഇരിക്കുക എന്ന് കർത്താവ് പറഞ്ഞേനെ. പക്ഷെ കർത്താവ് എന്നാ പറഞ്ഞത്? അവൻ ആദ്യമായിട്ട് യേശുവിലേക്ക് വന്ന ഒരു മനുഷ്യൻ ദുഃഖിച്ചു പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ, അവൻ ദൈവസന്നിധിയിൽ വില കൊടുത്ത് നന്മകളെ മേടിക്കും. അല്ലെങ്കിൽ നിത്യജീവൻ ഏറ്റവും വലുതാണത്. ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോഴേക്കും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ശിശുവിനെ പോലെ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം. മനസ്സിലാകുന്നുണ്ടോ? ഒരു ശിശുവിനെ പോലെ. നിങ്ങൾക്കിപ്പം 10-40 വയസ്സുള്ള ഒരാളെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു കോട്ടയത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ഏതെങ്കിലും ലോകത്തിൽ ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി വിട്ടാൽ എനിക്കൊരു പേടിയുമില്ല. നിങ്ങൾ അവിടെ റൂം കിട്ടിയില്ലേ പോലും നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ കടത്തന്നെ കിടന്നാലും കിടന്ന് ഉറങ്ങും. നേരം വിളിക്കുമ്പോൾ ഏതെങ്കിലും ആരുടെയും ലിഫ്റ്റ് അടിച്ചാലും പോവും, എവിടെയെങ്കിലുമൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ നിങ്ങൾ പോവും. പക്ഷെ ഒരു കൊച്ചിനെ കൊണ്ട് നമ്മുടെ ഇരുത്താൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ ഇല്ലേ പറ? ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു രാത്രി മൊത്തം ഇരുത്താൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? നമുക്ക് ആർക്കും ധൈര്യമില്ല. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ കഴിയത്തില്ല. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയ കർത്താവ് പറഞ്ഞുകൊണ്ട്, സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനല്ല, സമ്പത്തിൽ ആശ്രയിക്കുന്നു. അവിടെ സമ്പത്തെന്ന് എടുത്ത് പറയാൻ കാരണം, അവിടെ തൊട്ടുമുള്ളൊരു ഉദാഹരണം അവിടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സമ്പത്തുള്ളവൻ, അർത്ഥം അവൻ്റെ പിടിവള്ളി സമ്പത്താ. ഇനിയിപ്പം അവൻ പറയും, ഞാൻ ഇപ്പം വിൽക്കാൻ തയ്യാറാന്ന് പറഞ്ഞാൽ അടുത്ത പിടിവള്ളി എന്തുവാ? അവൻ്റെ ആ ഒരു കോൺഫിഡൻസാ. അടുത്തതേ കയറി കർത്താവ് പിടിക്കും. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് താഴേക്ക് വരുമ്പം പറയുകയാണ്, ശിഷ്യന്മാർക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കർത്താവ്, അങ്ങനെയാണെങ്കിൽ എൻ്റെ നാട്ടിലുള്ള പ്രമാണിമാരൊന്നും സ്വർഗരാജ്യത്തിൽ പോകത്തില്ല, അല്ലെങ്കിൽ നിത്യജീവനെ പ്രാപിക്കത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ, ധനവാൻ 25-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്ന മറുപടി ഇതാണ്: ധനവാൻ ദൈവരാജ്യത്തെ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിൽ കടക്കുന്നത് എളുപ്പം. നമുക്കിപ്പോൾ ഒരു സൂചി നൂലും തന്നാൽ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സൂചിക്കകത്തോട്ട് നൂല് കയറ്റാൻ നമുക്ക് എന്നാ പാടല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ഒട്ടകത്തെ അതിനകത്തോട്ട് കയറ്റാൻ പറ്റുമോ? ഒരിക്കലും നടക്കത്തില്ല. ഒരു നൂല് കയറ്റാൻ പറ്റുന്നില്ല, പിന്നെയാണ് ഒട്ടകം. ധനവാൻ ദൈവരാജ്യത്തിൽ, ധനവാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നത് ധനമുള്ളവൻ മാത്രമല്ല, നിങ്ങൾ ബുദ്ധിയിലോ ശക്തിയിലോ കഴിവിലോ എവിടെയാണോ നിങ്ങളുടെ ആശ്രയം, നിങ്ങൾ ഏതിൽ ആശ്രയിക്കുന്നോ ആ ആശ്രയം നിങ്ങളുടെ ഒരു പിടിവള്ളിയാണ്. ഏതിലാ പിടിവള്ളി? ഈ ലോകവുമായിട്ടുള്ള പിടിവള്ളിയാണ്. അത് വിടണം. അത് വിട്ടിട്ട് പറ, കർത്താവേ, നീ തന്ന ദാനമല്ലാതെ എനിക്ക് ഒന്നുമില്ല യേശുവേ,
അങ്ങ് നടത്തിയത് കൊണ്ടാണ് നടക്കുന്നത്, അങ്ങ് നിർത്തിയത് കൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങേ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല യേശുവേ, അങ്ങേ കൂടാതെ എനിക്കൊരു സെക്കൻഡ് പോലും ജീവിക്കാൻ പറ്റത്തില്ല യേശു. എൻ്റെ കൂടെ പറ, അങ്ങേ കൂടാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാൻ കഴിയത്തില്ല കർത്താവേ. കൂടാതെ ഒരു നിമിഷം പോലും കർത്താവേ, അങ്ങേ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റത്തില്ല യേശുവേ. ജീവിക്കാൻ പറ്റത്തില്ല ആമേൻ, ആമേൻ. ഇത് വെറുതെ വാഗൊണ്ട് പറയുമല്ല, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണണം. ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ബസ് സ്റ്റാൻഡിൽ ഒരു രാത്രി ഇരുത്തുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും യേശുവിനെ കൂടാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല. മനസ്സിലായോ ബ്രദറെ? എനിക്ക് ഭയങ്കര കഴിവുണ്ട് ബ്രദറെ, എനിക്ക് നല്ലൊരു ജോലിയുണ്ട് ബ്രദറെ, എനിക്ക് അത്യാവശ്യം ചുറ്റുപാടുണ്ട് ബ്രദറെ, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറ. കർത്താവേ, നീ ഉണ്ടെങ്കിലേ എനിക്കെല്ലാം ഉള്ളൂ. അടുത്ത വാക്യത്തിൽ പറയുന്നു, യേശു, ഈ വാക്യം ശ്രദ്ധിച്ചോണം, 27-ാമത്തെ വാക്യത്തിൽ, മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിന് അല്ലതാനും. എൻ്റെ അർത്ഥം, ഒട്ടകത്തെ സൂചിക്കകത്തോട്ട് കയറ്റുവാൻ നൂല് കയറ്റാൻ പറ്റാത്ത നമുക്ക് ഒട്ടകത്തെ സൂചിക്കകത്ത് കയറുന്നത് ചിന്തിക്കാൻ, ഒരു ഉദാഹരണം മാത്രം കേട്ടോ, അസാധ്യം എന്നുള്ള കാര്യം യേശു ഒന്ന് കണക്ട് ചെയ്യുക. ഒരു സൂചിക്കുഴിയിലൂടെ ഒരു നൂല് കയറ്റാൻ പോലും നമുക്ക് കഴിയത്തില്ലെങ്കിൽ, കഴിയും, പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടാണ്, അതിൻ്റെ അകത്തൊരു ഒട്ടകം കയറത്തില്ല, നമുക്കറിയാം അത് അസാധ്യമാണ്. അസാധ്യമാണെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിനിഷ്ടം ഒരു കുഞ്ഞിനെ പോലെ അപ്പൻ്റെ അമ്മയുടെയും മാറോട് ചേർന്ന് അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവരെ ആശ്രയിച്ച് അവരുടെ ചുറ്റും നടക്കുന്നത് പോലെ, ഒരു ടെൻഷനില്ലാതെ ഒരു ഭാരമില്ലാതെ നടക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ ദൈവസന്നിധിയിൽ നിൽക്കുന്നവരെയാണ് യേശുവിനിഷ്ടം. ഇപ്പം മനസ്സിലായോ? അല്ലാതെ അവിടെ വന്നുകൊണ്ട് നമ്മൾ വലിയ ആളെ പോലെ കടന്നുകൊണ്ട് ഞാൻ വലിയ ആളാണ് പറഞ്ഞു നടക്കുന്ന ആൾക്കാരും ദൈവത്തിന് ആഗ്രഹമില്ല, താല്പര്യമില്ല. ഇതേപോലെ മറ്റേ ആ മനുഷ്യനെ പോലെ ദുഃഖിച്ചു പോകേണ്ടി വരും. ഇപ്പം മനസ്സിലായോ? ഹല്ലേലൂയ. ഇനി ഇതെല്ലാം കേട്ടേച്ച് താഴെ നമുക്കറിയാം, ഞാൻ ഈ വാക്യം പലപ്പോഴും എടുത്തിട്ടുണ്ട്, ഇതെല്ലാം മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സകലതും സാധ്യമെന്ന് പറഞ്ഞു. പത്രോസ് ഉടനെ, പത്രോസിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഇച്ചിരി എരിവുള്ള മനുഷ്യനാണ്. പത്രോസ് ഉടനെ വളരെ കോൺഫിഡൻസോടെ, കർത്താവ്, അങ്ങനെയെങ്കിൽ ഞങ്ങൾ സകലതും വിട്ടിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ പത്രോസ് ലീഗ പറഞ്ഞു, യോഹന്നാനെ കേട്ടോ, ഞാൻ വള്ളം കളഞ്ഞു, ഞാൻ വല കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു തുടങ്ങുക പുള്ളി. പത്രോസ് ലീഗ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയപ്പോൾ പത്രോസ് ലീഗ നോക്കിയിട്ട് യേശു പറയുകയാണ്, എൻ്റെ നിമിത്തം, സുവിശേഷ നിമിത്തം വീടോ സഹോദരനെയോ സഹോദരങ്ങളെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലത്തെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോട് കൂടെ 100 മടങ്ങ്. സുവിശേഷ നിമിത്തം ഉപദ്രവമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ ആണ് നോർത്ത് ഇന്ത്യയിലൊക്കെ സംഭവിക്കാം, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. പക്ഷേ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിലും നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല. മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഈ ലോകത്തുനിന്ന് എടുത്തു പറഞ്ഞു. എന്നാൽ ആ വാക്ക് ഞാൻ എടുത്തതാണ്, അതുകൊണ്ട് ആ വാക്ക് ഞാൻ എടുക്കുന്നില്ല. മത്തായിലാന്ന് എനിക്ക് തോന്നുന്നത്. ഈ ലോകത്തിലും വരുവാനുള്ള, അപ്പം 2 നിത്യതയിലും ഉണ്ട്, ഇവിടെയും. അപ്പം കർത്താവിന് ധനവാന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ വീടുകൾ കൊടുക്കുമോ? നമ്മൾ പറയത്തില്ലേ, ഓ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ബ്രദർ, എനിക്ക് ഒരു മുറിയുള്ള ഒരു വീട് കിട്ടിയാലും മതി, നമ്മൾ പറയത്തില്ല. കർത്താവ് പറയുക 100 വീടുകളെയും. ഇപ്പോൾ പഴയ നിയമത്തിലാണിത് പറയുന്നെങ്കിൽ പുതിയ നിയമത്തിൽ യേശു എടുത്തു പറഞ്ഞു ഈ ലോകത്തിലും. ആ വാക്യം ഒന്ന് എടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ട്? ഞാൻ ആ വാക്യം ഇന്ന് റെഫറൻസ് ആണ് എടുത്തതല്ല, ഞാൻ മത്തായിലാന്ന് എനിക്ക് തോന്നുന്നു, ഇതേ വാക്യം തന്നെയുണ്ട്. ഈ ലോകത്തിലും വരുവാനുള്ളതിലും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും? 100 മടങ്ങ് തരുമെന്ന് വലിയ ആളാണ്. അതിൻ്റെ അർത്ഥം അവൻ ഈ പൊട്ടിക്കുന്നതിനെല്ലാം കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് എൻ്റെ പിതാവ്. നമ്മളാണ് പറയുമ്പോൾ ഞാൻ കൂലിപ്പണിക്കാരനാണ്, എനിക്ക് ആ കുറവുണ്ട്, എനിക്ക് ചെറിയ ജോലിയുള്ളൂ, എനിക്ക് വലിയ ജോലി, പലതും നമ്മളാണ്. അവർക്കതൊന്നും വിഷയമല്ല. അവരുടെ വിഷയം ദൈവം വലിയവനാണ്, എൻ്റെ പിതാവ് വലിയവനാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ അകത്തോട്ടും കയറട്ടെ, എൻ്റെ പിതാവ് വലിയവനാണ്. എൻ്റെ പിതാവിന് കഴിയാത്തത് ഒരു കാര്യവും ഭൂമിയിലില്ല. എനിക്ക് വേണ്ടി കർത്താവ് അത് ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, എൻ്റെ കൂടെ ഈ വചനം കേൾക്കുന്നവർ ഈ ദിവസങ്ങളിലൊന്ന് ബലപ്പെട്ടോണം കേട്ടോ. ആരെല്ലാം തള്ളിക്കളഞ്ഞാലും കർത്താവ് നിങ്ങളെ തള്ളിക്കളയത്തില്ല. ആരെല്ലാം മാറ്റി നിർത്തിയാലും കർത്താവ് നിങ്ങളെ മാനിക്കും കേട്ടോ. ദൈവം നിങ്ങളെ ഉയർത്തും, ദൈവം നിങ്ങളെ മാനിക്കും. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ചേ. ഒരുമിച്ച് ഞങ്ങളൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. വലിയ കാര്യങ്ങളെ ചെയ്യൂല. രോഗികളായി ഭാരപ്പെടുന്നവർ ആ രോഗമുള്ള ഭാഗത്തോട്ടൊന്ന് കൈവച്ച്
എന്നിട്ട് പറഞ്ഞ് എൻ്റെ പിതാവേ അങ്ങേക്ക് ഇത് എന്ത് നിസ്സാരമാണ് അങ്ങനെയൊന്ന് പറഞ്ഞു. എല്ലാ വിഷയങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ ഇതെന്താ വലിയ വിഷയമാണ്? ഒരു വിഷയമല്ല. ദൈവത്തിനത് വലിയ വിഷയമൊന്നുമല്ല. ദൈവത്തിനത് വലിയ വിഷയമല്ല. മനസ്സിലാകുന്നുണ്ട്? ഒരു കുഞ്ഞിനെ പോലെ ഒന്ന് ബിഹേവ് ചെയ്തേ. എൻ്റെ അപ്പനിത് കഴിയും, അങ്ങനെ തന്നെ ഒന്ന് പറഞ്ഞു. എൻ്റെ പിതാവിനിത് കഴിയും, എൻ്റെ കർത്താവിനിത് കഴിയും, എൻ്റെ പിതാവിനിത് കഴിയും. അങ്ങനെ തന്നെ കുറച്ച് നേരം പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ പിതാവിനിത് കഴിയും, എൻ്റെ പിതാവിനിത് കഴിയും. യേശുവേ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, റേച്ചലിനോട് പറയാൻ, ദൈവം എന്നോട് പറയാം, റേച്ചലെ നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ നിന്നയെ കർത്താവ് സാക്ഷ്യമാക്കാൻ പോവാം. റേച്ചലിനോട് പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു. എനിക്കറിയത്തില്ല ഇത് ആരാന്ന്. റേച്ചല് എന്നെ കേൾക്കുന്നുവെങ്കിൽ നിന്നോട് അറിയുന്നു, യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ നിന്നയെ കർത്താവ് മാറ്റുക. റേച്ചലിൻ്റെ നിന്നയെ കർത്താവ് മാറ്റുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ ഞങ്ങളെന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, എല്ലാ നിന്ദകളും മാറട്ടെ. ഈ ദിവസങ്ങളിൽ പരിഹാസത്തിൻ്റെയും നിന്നയിലൂടെയും കടന്നു പോകുന്നതോടെ ഞാൻ പറയുന്നു, നിങ്ങൾ ഇന്ന് തിരിച്ചു എന്ന് പറയണം, എനിക്കൊരു പിതാവുണ്ട്. ഇന്നെന്നെ കളിയാക്കുന്നവർ, ഇന്നെന്നെ പരിഹസിക്കുന്നവർ, അവരുടെ വാഗൊണ്ട് പഴയ നിയമത്തിൽ ലാബാൻ പറഞ്ഞൊരു വാക്കുണ്ട്, നീ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ കേൾക്കാൻ പോവുക. തയ്യാറാണോ? നിങ്ങൾ ഇന്ന് പരിഹസിക്കുന്നവർ നിങ്ങളെപ്പറ്റി പറയാൻ പോവാണ്, യോ നീ പോകരുത് കേട്ടോ, നീ എന്നോട് മിണ്ടാതിരിക്കരുത് കേട്ടോ, നീ എൻ്റെ വീട്ടിൽ വരാതിരിക്കരുത് കേട്ടോ, നീ എന്നോട് സംസാരിക്കാതിരിക്കരുത് കേട്ടോ, നീ നിമിത്തം. അങ്ങനെ കേൾക്കാൻ തയ്യാറാകണം. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു. ലാബാൻ ഇങ്ങനെ പറഞ്ഞു, യാക്കോബിനോട് പറഞ്ഞു, നീ പോകരുത്, നീ പോകരുത്, നീ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു. ലാബാൻ വിശ്വാസിയൊന്നുമല്ല, ലാബാൻ വിഗ്രഹത്തെ ആരാധിക്കുന്നവനാ, ലാബാൻ യഹോവ ഭക്തനല്ല, ലാബാൻ ലോകപ്രകാരം ജീവിക്കുന്നവനാ, ലാബാൻ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവൻ. പക്ഷെ അവൻ പറയുകയാണ്, നീ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെപ്പറ്റി അനേകർ പറയാൻ പോവുക, നിങ്ങളുടെ ജോലി സ്ഥലത്ത് പറയാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിന്ദകൾ മാറട്ടെ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ അതൊന്നും ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ കർത്താവ് എന്നെ ഇന്ന് സൗഖ്യമാക്കുക. ഈ നിമിഷം അത്ഭുത സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക, ലൈവ് ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുക. കിടക്കയിലിരുന്ന് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് എണീറ്റേ, അവിടെ കിടക്കാതെ ഒന്ന് എണീറ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് എണീറ്റ് വാ. ആ രോഗത്തോട് പറ, നിനക്കിനി എൻ്റെ മേൽ അവകാശമില്ല, എൻ്റെ കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ട്, എൻ്റെ കർത്താവിനാൽ എനിക്ക് ആരോഗ്യമുണ്ട്, എൻ്റെ കർത്താവിനാൽ എനിക്ക് അത്ഭുതമുണ്ട്. കർത്താവെ ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പാ. സമൃദ്ധിക്കായി നന്ദി, സൗഖ്യത്തിന് നന്ദി, അത്ഭുതത്തിന് നന്ദി. കർത്താവ് ഓരോരുത്തരെയും സ്പർശിക്കുന്നല്ലോ, അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുവേ, അങ്ങ് ഞങ്ങളെ തൊടുന്നല്ലോ. ഈ ദിവസങ്ങളിൽ വലിയ പ്രവൃത്തികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരികയാണ്, വലിയ പ്രവൃത്തികൾ തുറന്നു വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. എന്നോട് കർത്താവ് പറഞ്ഞൊരു കിഴക്കേതിൽ എന്ന് പറയുന്ന ഒരു വീട്, കിഴക്കേതിൽ എന്ന് പറയുന്ന വീട്ടിൽ ജോസഫിൻ്റെ ഭവനത്തിൽ, കിഴക്കേതിൽ ജോസഫിൻ്റെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നു. കിഴക്കേതിൽ ഞാൻ കേൾക്കുന്നത്, ഞാൻ കാണുന്നത് വായിക്കുന്നത്, കിഴക്കേതിൽ ജോസഫിൻ്റെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, അങ്ങയുടെ വലിയ പ്രവർത്തികൾക്കായി സ്തുതിക്കുന്നു. അങ്ങ് ഓരോരുത്തരെയും തൊടുന്നതിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. 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 കർത്താവ് നമ്മളെ സുഖമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും സമൃദ്ധിയോടെ ദൈവം നമ്മളെ നടത്തുമാറാകട്ടെ. ഓരോ ദിവസവും പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ പ്രാർത്ഥന തീർക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് മുതൽ തീരുമാനത്തിലേക്ക് വന്നതാണ് വേഗത്തിൽ പ്രാർത്ഥന തീർത്താന്നുള്ളത്. പക്ഷേ കഴിഞ്ഞില്ല. എങ്കിലും എനിക്കൊരു കാര്യം ഉറപ്പാണ്, പരിശുദ്ധാത്മാവ് അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തോ വലിയ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്തു കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ ഞാൻ കൂടെ പറയുന്നു, നിങ്ങൾ ഈ കൂട്ടായ്മയെ ആചരിക്കണം. പലപ്പോഴും നമുക്ക് നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ഉറവിടം കൂട്ടായ്മയാണ്. എല്ലാ കൂട്ടായ്മയല്ല കേട്ടോ. ക്രിസ്തുയേശുവിൻ്റെ വചനത്തിൻ്റെ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ വ്യാഖ്യാനം, അത് നിങ്ങൾ ഇവിടെ നിന്നല്ല ഞാൻ പറഞ്ഞത്, ഇവിടെ വരണമെന്നല്ല ഞാൻ പറഞ്ഞത്, എവിടെയാണ്, ലോകത്തിൽ എവിടെയാണെങ്കിലും അങ്ങനെയുള്ള കൂട്ടായ്മയിൽ നിങ്ങൾ കൂടിയാൽ നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകും.
സാമ്പത്തികം മാത്രമല്ല, ആത്മീയമായി നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകും. വെറുതെ ഞാൻ പറയുമല്ല, നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് കൂട്ടായ്മയെ നിങ്ങൾ തുച്ഛീകരിക്കരുത്. നല്ല കൂട്ടായ്മ എടുത്തു പറയുമെന്ന് കാണുന്ന എല്ലാ കൂട്ടായ്മയും പോയി കൂടരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ചെണ്ടപ്പുറത്ത് കോല് കുത്തുന്ന പോലെ എല്ലായിടത്തും പോകരുതെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പരിശുദ്ധാത്മ, ഞാൻ അതെന്തിനാണ് പറഞ്ഞത് വെച്ചാൽ, എല്ലാവരോടും ഞാൻ ചിലപ്പോൾ നിങ്ങൾ ഒരു തവണ കയറുന്ന ആളായിരിക്കും, നാളെ ചിലപ്പോൾ കയറിയിട്ടില്ലായിരിക്കും. പക്ഷേ ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം, മറക്കരുത്. ഈ സമയത്ത് നിങ്ങൾക്ക് ദൈവിക ആലോചനകളോ സാക്ഷ്യങ്ങളോ ഉണ്ടെങ്കിൽ വേഗത്തിൽ പറയണം. ചുരുക്കം വാക്കുകളിൽ പറയാനുള്ള സമയമാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇന്ന് നമ്മുടെ പ്രാർത്ഥന വേഗത്തിൽ, ഇന്ന് 1-2 ദിവസങ്ങളിൽ നമുക്ക് വേഗത്തിൽ ഇത് പ്രാർത്ഥന ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുവാണ്. മുഴുവൻ സാക്ഷ്യവും കേൾക്കാൻ പറ്റിയില്ലെങ്കിലും തുടർമാനമായിട്ട് നമുക്ക് സാക്ഷ്യങ്ങൾ കേൾക്കാം. ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ലൈവിൽ പറയരുത്, അതിനുള്ള സമയമില്ല. സംശയങ്ങൾ നിങ്ങൾ ലൈവിൽ ചോദിക്കരുത്, നിങ്ങൾ എൻ്റെ വാട്സാപ്പിൽ ചോദിക്കാം സംശയങ്ങൾ. അതുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ചെന്ന് പ്രാർത്ഥനയോടെ തന്നെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാക്ഷ്യം പറയാം. യൂട്യൂബിൽ എന്നെ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, വാട്സാപ്പിൻ്റെ. അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പ്രാർത്ഥനയിൽ പങ്കുചേരുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും സൂം മീറ്റിങ്ങിലുണ്ട്, അതിൽ പങ്കുചേരുക. ഈ സമയത്ത് സാക്ഷ്യങ്ങളുള്ളവർക്ക് നിങ്ങൾക്ക് ലഭിക്കാം. ഫേസ്ബുക്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം, നിങ്ങൾക്കത് ജോയിൻ ചെയ്യാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ ഒരാൾ സംസാരിക്കാൻ തുടങ്ങിയാൽ മറ്റേ ആൾ മ്യൂട്ട് ചെയ്താൽ മതി. ശ്രദ്ധിക്കുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദർ. പറഞ്ഞോ പറഞ്ഞോ എനിക്കൊരു സാക്ഷ്യം പറഞ്ഞോ സിസ്റ്ററെ. വെള്ളത്തിനും ഭയങ്കര മഴയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോണായിരുന്നു. അപ്പം വെളുപ്പിന് മഴയത്ത് വണ്ടി കൊണ്ട് മുറ്റത്തൊന്ന് കയറാൻ, പക്ഷെ അവിടെ ചെന്ന് ഇറങ്ങിയാൽ നനയും. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ ഞങ്ങൾക്ക് അവിടെ ചെന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ ചെന്ന് തിരിച്ചു വരുന്നിടം വരെ മഴ വരരുതെന്ന്. അപ്പം ഞാൻ അത്ഭുതമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ ചെന്ന ഉടനെ മഴ വണ്ടിയെ കയറിയപ്പോഴും മഴ തീർന്നു. അതുപോലെ തന്നെ തിരിച്ച് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞ് ഒരു 11 മണി കഴിഞ്ഞ പിന്നെ മഴ പെയ്ത മഴ വൈകുന്നേരം വരെയും പെയ്തോന്നുണ്ടായിരുന്നു. അതൊരു വലിയ സാക്ഷ്യം. പിന്നെ ഒന്നോടുണ്ട്, എൻ്റെ ഒരു കസിൻ മോനാ, അവന് ഡ്രൈവറാണ് ജോലി. അപ്പൊ അവന്റെ കൈയുടെ മുട്ടിന് ഭയങ്കര വേദനയാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ അവനോട് പറഞ്ഞു, അവൻ യേശുവിന്റെ തിരുമുറിഞ്ഞാൽ എന്റെ കൈക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് മെനിങ്ങാണ്. അപ്പൊ അവനോട് വിളിച്ചു ചോദിക്കാൻ കാരണമാണ് ഞാൻ ഇന്നലെ പറയാഞ്ഞത്. അപ്പൊ ഇന്ന് ഞാൻ വിളിച്ചു ചോദിച്ചു, അവനെ കൈയുടെ വേദനയാണ്, അവൻ സൗഖ്യമായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനിയും വിശ്വാസത്തോടെ ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഏത് അസുഖം വന്നാലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അത് എല്ലാം മാറിക്കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിന് ഒത്തിരി സ്തോത്രം ചെയ്യണം. ആമേൻ. ഇത് വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട 2 സാക്ഷ്യമാണ്. ഒന്ന്, നമ്മൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, നമ്മുടെ കാലാവസ്ഥ, നിങ്ങൾ ചിന്തിക്കും മഴ മാറുന്നത് വലിയ കാര്യമല്ല, പക്ഷേ നമ്മുടെ വിശ്വാസത്തെ ഉപയോഗിക്കുവാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത്. ഇപ്പോൾ ചിന്തിക്കുന്ന ആൾക്കാട് എനിക്കത് വലിയ സാക്ഷ്യം തന്നെയാണ്. ചിലരാരും ചിന്തിച്ചാൽ അത് പറഞ്ഞു, ഞാൻ മഴയുടെ സമയം നമുക്കറിയാം, പക്ഷെ അത് മാറി നിന്നു, അത് പോയി തിരിച്ചു വരുന്നവരത് പെയ്തതിന് ശേഷം പെയ്തു. രണ്ടാമത്തെ കാര്യം, യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാളുടെ കൈവേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ വളരണം. കർത്താവിൽ ആ സഹോദരി ആൻറ്റിയെ കർത്താവ് വളർത്തുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. അവരോട് വണ്ടി ഓടിക്കുമ്പോൾ പറഞ്ഞ് ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചത് മാത്രമല്ല, സാക്ഷി ഉണ്ടോ എന്ന് വിളിച്ചും ചോദിച്ചു. ആ മകൻ പറഞ്ഞു, എന്നെ കർത്താവ് സൗഖ്യമാക്കി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഇനി ചിന്തിച്ചോ, നിങ്ങൾ പോകുന്ന ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, കാറിലായിക്കോട്ടെ, ബസ്സിലായിക്കോട്ടെ, ചന്തസ്ഥലത്തായിക്കോട്ടെ, ഇതേപോലെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ യേശുവിൻ്റെ സാക്ഷി നിങ്ങൾ തന്നെ അതിശയിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. നിങ്ങളിലൂടെ കർത്താവ് സന്തോഷിക്കും, നിങ്ങളിലൂടെ അനേകർ രക്ഷപ്പെടും. അത് നിമിത്തം ദൈവനാമം ഉയർത്തപ്പെടാൻ ഇടയത്തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആൻറ്റിയും ഇനിയും പറഞ്ഞു പ്രാർത്ഥിക്കണം, വിശ്വാസത്തെ ഉപയോഗിക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു 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 ഒരു സെക്കൻഡ്. ഞാനേ കഴിഞ്ഞ മാസം അവസാനത്തെ ദിവസമാണ് ഇത് കാണുന്നതും കേറുന്നതും. അപ്പോഴ് ഇന്ന് ബ്രദർ പറഞ്ഞില്ലേ, സൊസൈറ്റിയിലെ കേസും പിന്നെ സാമ്പത്തിക വിഷയം, അത് എന്റെ വിഷയമാണ് പാസ്റ്ററെ. ഞാൻ അത് ഏറ്റെടുക്കുന്ന. എന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല ഒന്നും പറഞ്ഞില്ല. തീർച്ചയായിട്ടും അത് ഏറ്റെടുത്ത സിസ്റ്ററെ, കർത്താവ് വലിയ കാര്യങ്ങളെ ദൈവം തൊട്ടിരിക്കുകയാണത് കേട്ടോ.
പിന്നെ വേറൊരു ബ്രദറെ കാര്യമുണ്ട്. ഇന്നലെ ഒരു സെക്കൻഡ് എനിക്ക് ഒരു 2 സെക്കൻഡ് ദിവസത്തിന് മുമ്പ് ഭയങ്കര നെഞ്ചുവേദനയായിരുന്നു കേട്ടോ. അപ്പോഴേ പാസ്റ്റർ ബ്രദർ പറഞ്ഞതുപോലെ ഞാൻ നെഞ്ചിൽ കൈവച്ച് എന്റെ യേശുവിന്റെ തിരുമുറിവിനാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. എനിക്കൊന്നും മിണ്ടാൻ പോലും പറ്റൂലായിരുന്നു. അപ്പോഴ് എനിക്കത് സൗഖ്യം കിട്ടി പാസ്റ്റർ. അതിന് നന്ദിയുണ്ട്, പ്രാർത്ഥിച്ചതിനും ഈശോയ്ക്കും പാസ്റ്റർക്കും 1000 നന്ദി. തീർച്ചയായിട്ടും മഹത്വം എല്ലാം കർത്താവിനുള്ളതാണ്. പ്രിയ സഹോദരി പറഞ്ഞു, നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം, ആ ദൈവിക ആലോചന ഏറ്റെടുത്തോണം. പറഞ്ഞു ഹലോ പ്രൈസ് പാസ്റ്ററെ. ലോർഡ്, പ്രൈസ് പറഞ്ഞു ലോർഡ്. പറഞ്ഞു പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പറഞ്ഞു ചില കാര്യം എന്റെ കാര്യം ഇത്രയും നാള് ഒരു മുടക്കല്ലാണ്ട് എത്ര ലോൺ അടച്ചിറങ്ങുന്നതാണ്. ഈ മാസം അടയ്ക്കാൻ പറ്റാണ്ട് ഭയങ്കരമായി വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. ഇത് എന്നോട് തന്നെ പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഏറ്റെടുത്ത സിസ്റ്ററെ, നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം നിങ്ങൾ ഞാൻ പറയും, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിൻ്റെ വചനം പ്രാർത്ഥിക്കാത്ത പല വിഷയങ്ങൾ പോലും വചനം കേട്ടെടുത്ത് മാറിയിട്ടുണ്ട്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു ബ്രദറെ പറഞ്ഞു എന്തോ പറഞ്ഞോട്ടെ. പറഞ്ഞു കഴിഞ്ഞ പറഞ്ഞു ദിവസം ബ്രദറെ ഞാൻ എന്റെ ഹസ്ബൻഡും ബ്രദറിനോട് ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞായിരുന്നേ. വൈഫിന് ഇയർ ബാലൻസ് ആയിട്ട് കിടക്കുവാണ്, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. പാസ്റ്റർ അത് വോയിസ് ക്ലിപ്പ് വിട്ടായിരുന്നു. ഹസ്ബൻഡ് അത് എനിക്ക് തിരിച്ചു വിട്ട് ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് എനിക്ക് ഇയർ ബാലൻസ് വന്ന ഒരാഴ്ച ഞാൻ കിടപ്പായിരിക്കും. പക്ഷെ ഇന്നലെ ഞാൻ അപ്പൊ തന്നെ അത് പ്രാർത്ഥിച്ച് അത് ഞാൻ ഏറ്റെടുത്ത്. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് അപ്പൊ തന്നെ കുളിയും കഴിഞ്ഞു, ചോറും വെച്ച്. അത്ര എനിക്ക് പണി ചെയ്യാൻ പറ്റി. ഇന്ന് എനിക്ക് നോർമലായി ഒറ്റ ദിവസം കൊണ്ട്. അല്ലെങ്കിൽ ഒരാഴ്ച വരെ ഞാൻ കിടപ്പായിരിക്കും. അതുകൂടാണ്ട് ഞാൻ ഡിസ്ക് ബൾജായിട്ട് ഞാൻ 21 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇവിടെ വന്ന് 21 ദിവസം കഴിഞ്ഞ് വീണ്ടും 3 മാസം റെസ്റ്റാ പറഞ്ഞേക്കണ. ആ സമയത്താണ് എനിക്ക് ഇയർ ബാലൻസ് വന്നത്. അപ്പൊ ആ പ്രാർത്ഥന എനിക്കൊരു അനുഗ്രഹം എന്ന് പ്രാർത്ഥിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച ബ്രദറിനും നന്ദി പറയുന്നു. ആമേൻ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഹസ്ബൻഡ് എനിക്ക് സിസ്റ്റർ വിദേശത്താണ് എനിക്ക് തോന്നുന്നത്, വേറെ സ്ഥലത്താണല്ലേ എനിക്ക് തോന്നുന്നത്. ഹസ്ബൻഡ് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. എനിക്ക് ആ സമയത്ത് എനിക്ക് വോയിസ് ക്ലിപ്പ് അയക്കാൻ പറ്റി. സിസ്റ്റർ പറഞ്ഞ പോലെ ഇയർ ബാലൻസ് ആക്കി ഒരാഴ്ച കിടപ്പാകേണ്ടതാണ്. പക്ഷെ അത് കേട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സൗഖ്യം നമ്മുടെ അവകാശമാണ്. നമുക്ക് രോഗിയായിട്ട് കിടക്കാൻ പറ്റത്തില്ല. നിങ്ങളോട് ഞാൻ കേൾക്കുന്നതോട് ഞാൻ പറയുന്നു, എന്നോട് തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറയുന്നു, എനിക്കായിക്കൊണ്ട് നിങ്ങൾ എന്നോട് തന്നെ പറഞ്ഞോണം, ബ്രദറെ രോഗിയായിട്ട് കിടക്കാൻ പറ്റത്തില്ല, എണീറ്റോണം. കാരണം യേശു നമുക്ക് വേണ്ടി മുറിവേറ്റിരിക്കുന്നു. അതുകൊണ്ടാണ് സൗകര്യം പറഞ്ഞ പോലെ കിടപ്പായിരുന്നു, അത് കേട്ട ഉടനെ ചാടി എണീറ്റു. ഒരാഴ്ച കിടപ്പാകേണ്ടതാണ് സാധാരണ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, പക്ഷെ ചാടി എണീറ്റു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാ ജോലിയും ചെയ്യുന്നു. കർത്താവ് സൗഖ്യമാക്കിയിട്ട് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എന്തോ പറഞ്ഞു. എന്റെ ഫ്രണ്ട് സുമ പാസ്റ്റർ സൊസൈറ്റി സംബന്ധമായി പറഞ്ഞല്ലോ, അവൾക്ക് നോട്ടീസ് വന്നിരിക്കുകയാണ്. 3 ലക്ഷം രൂപ ഈ 31-ാം തീയതി അടച്ചില്ലെങ്കിൽ വീട്ടിൽ ജപ്തി ചെയ്യാൻ ആളുകൾ വരും. അപ്പൊ ഇപ്പൊ കൊണ്ട് അടക്കുകയാണെങ്കിൽ 1.5 ലക്ഷം രൂപ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. ഒരു നിവൃത്തി അവർക്കില്ല. അപ്പൊ ഞാൻ ഈ പ്രാർത്ഥനയുടെ ലിങ്ക് അവൾക്ക് അയച്ചു കൊടുത്തു. അവളും കേറിയിട്ടുണ്ട് ഈ പ്രയറില്. പക്ഷെ അവൾക്ക് വേണ്ടി ഞാൻ ഇത് ഏറ്റെടുക്കുകയാണ്. അവൾക്ക് വലിയൊരു സാമ്പത്തിക സഹായം തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വിഷയം കൂടി ഉണ്ട്. എൻ്റെ ഒരു അങ്കിള് യൂറിൻ ഇൻഫെക്ഷനായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ 2 ദിവസം മുന്നേ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞു, രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, 15 പ്രാവശ്യം എനിക്ക് മൂത്രം ഒഴിക്കാനായിട്ട് എണീക്കേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ പറഞ്ഞു, ആ യൂറിൻ ഇൻഫെക്ഷനായിട്ട് നിൽക്കുന്ന ഈ പ്രശ്നം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അവകാശത്തോടെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഇന്നത്തോടെ ഇത് സ്റ്റോപ്പ് ആവണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്ന് എന്നെ ഉച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. ഇന്നലെ രാത്രി സുഖമായിട്ട് ഉറങ്ങി. ഞാൻ 2 പ്രാവശ്യം മാത്രമേ മൂത്രമൊഴിക്കാനായിട്ട് എഴുന്നേറ്റുള്ളൂ. സുഖമായി ഉറങ്ങി. കൂടാതെ ഇന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പോയി, യാതൊരു പ്രോബ്ലവും അതിലില്ല എന്ന് സാക്ഷിയായിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു. ആമേൻ. അത് വലിയൊരു സാക്ഷ്യമാണ്. എനിക്ക് വലിയൊരു സന്തോഷം എന്നു വെച്ചാൽ, നിങ്ങൾ പല സമയങ്ങളിൽ പല പ്രാർത്ഥന റിക്വസ്റ്റുകൾ ആൾക്കാർ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആൾക്കാർ നിങ്ങൾ തുടക്കത്തിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ബ്രദറെ എനിക്ക് പ്രയർ റിക്വസ്റ്റ്, ബ്രദറെ ഇന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ്. പക്ഷേ ഇന്ന് നിങ്ങൾ ഈ വചന തിരിച്ചറിവ് കിട്ടിയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തത് ആ സഹോദരി ആദ്യമായിട്ടൊന്ന് പ്രാർത്ഥനയ്ക്ക് കയറി. ഇന്ന് തന്നെ ദൈവം ഇടപെട്ടു. ആ സൊസൈറ്റി ഞാൻ പറഞ്ഞു 1-ലധികം ആൾക്കാരെന്ന് എടുത്ത് പറഞ്ഞിരുന്നു ആലോചനയിൽ
സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സിസ്റ്റർ ഏറ്റെടുത്തോണം. ദൈവത്തിന് ഈ 1.5 ലക്ഷം രൂപ വലിയ കാര്യമൊന്നുമല്ല. കർത്താവ് അത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. രണ്ടാമത് സിസ്റ്റർ പറഞ്ഞു ആ യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ടിരുന്ന പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. പക്ഷേ പ്രാർത്ഥിച്ചു. എനിക്ക് വലിയ സന്തോഷമായിരുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പം കർത്താവിന് വലിയ സന്തോഷമാണ്. കാരണം നിങ്ങളത് ഉപയോഗിക്കണം, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഉപയോഗിക്കണം. പ്രിയസ്റ്റ് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു, വാക്ക് ശ്രദ്ധിച്ചോണം, അവകാശമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ പ്രിയ പിതാവിന് അത് അപ്പം തന്നെ നിന്നു, സുഖമായി കിടന്നുറങ്ങി. നിങ്ങൾക്കറിയാം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോയി യൂറിൻ പോകാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ടോയ്ലറ്റിൽ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ സുഖമായി കിടന്നുറങ്ങി. ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറയാൻ ഇടയായി തീർന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നമ്മുടെ അവകാശമാണ്, ദൈവപ്രവൃത്തി നമ്മുടെ അവകാശമാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് സിസ്റ്ററെ. ഇനിയും പ്രാർത്ഥിക്കണം, ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പറഞ്ഞു. ഹലോ പാസ്റ്റർ നേരത്തെ ഒരു ആലോചന പറഞ്ഞിരിക്കുക, മുട്ടിന് താഴെയായിട്ട് കാലിന്റെ പാദത്തിൽ കറുത്ത പാട് പോലെ ഉണ്ടെന്ന്. അത് എനിക്ക് 3 വർഷമായിട്ട് പറഞ്ഞു. ഹലോ എന്നൊന്ന് എനിക്ക് 1 മിനിറ്റ് സൗകര്യം പറഞ്ഞോട്ടെ. കട്ടായിപ്പോയോ? ഇപ്പം പറഞ്ഞ ആ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞ ആള് കട്ടായിപ്പോയോ? ആ ബുദ്ധിമുട്ടിൻ്റെ കാര്യം പറഞ്ഞ ആൾ കട്ടായിപ്പോയോ? എന്തോ ഇപ്പം പറഞ്ഞ ആൾ പറഞ്ഞോ, ബാക്കി ആൾ പറഞ്ഞു. എനിക്ക് നെറ്റ്വർക്ക് ആകുമ്പോൾ പറയണേ. പറഞ്ഞോ, പറഞ്ഞു ധൈര്യം. ബ്രദറെ, ഞാൻ ഒരു മാസം മുമ്പ് എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചിരുന്നു. ആ ചേച്ചിയുടെ ഇങ്ങനെയാണ് ബ്രദർ പ്രവചനം പറഞ്ഞത്. ആ ചേച്ചിയുടെ വീടിനോട് ചേർന്നൊരു വീടുണ്ട്, അവിടെ ഒരു ഓട്ടോറിക്ഷ കിടക്കുന്ന ഒരു വീട്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വീട്ടിലെ ചേച്ചി പോകുമ്പോഴും വരുമ്പോഴും ഒരുപാട് ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞ ബ്രദർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അത് എൻ്റെ ചേച്ചിയാണ്. അവർക്ക് ഒരു വലിയ ഭീമമായ ഒരു തുക കടം വന്നായിരുന്നു. എന്നിട്ട് അത് ജപ്തി നോട്ടീസ് വരെ വന്നു. ഏകദേശം 10-20 ഏക്കർ സ്ഥലത്തോളം ഉണ്ടായിരുന്നത് മുഴുവൻ ജപ്തി നോട്ടീസിലായിപ്പോയി. അത് ചേച്ചിയുടെ ഹസ്ബൻഡിന് ഒരു അബദ്ധം പറ്റി, ആരൊക്കെ ചതിയിൽ പെട്ടതാണ് പുള്ളിക്ക്. അപ്പം അന്നേരം ബ്രദർ ഇങ്ങനെ പറഞ്ഞിരുന്നു, അവരുടെ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു കാരണവശാലും അപ്പൊ വീട് ഉൾപ്പെടെ ജപ്തി നോട്ടീസ് അവർക്ക് വന്നു. ബാങ്ക് വഴി അത് ജപ്തി നോട്ടീസ് വന്നിട്ട് ഇന്നിപ്പം എന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു, ആ ജപ്തി ഗവൺമെന്റിൽ എന്തോ ഒരു പുതിയ, അതായത് നിയമം വരെ മാറ്റി വെച്ചിരിക്കുന്ന കർത്താവ്, ജപ്തി ചെയ്യാൻ ഒരിക്കലും പാടില്ല. വീടുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും ജപ്തി ചെയ്യാൻ പാടില്ല. അത് തന്നെയല്ല, ജപ്തി ചെയ്യപ്പെട്ട വസ്തു നമുക്കത് വിൽക്കാൻ പറ്റത്തില്ലല്ലോ സാധാരണഗതി. ഇത് അവർക്ക് വിൽക്കാൻ പറ്റും, വിറ്റിട്ട് ആ കടം തീർക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ആ തടസ്സങ്ങളെല്ലാം മാറ്റിയിട്ട് ജപ്തി കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നവർക്ക് ഒരു വലിയൊരു കടത്തിന്റെ തുകയിലോട്ടാണ് പോയത്. അത് മുഴുവനും തിരിച്ചവരുടെ കയ്യിൽ വരത്തക്ക രീതിയിൽ അതായത് ഗവൺമെന്റ് നമുക്ക് നമ്മുടെ വസ്തു വിറ്റങ്ങ് ആ കടം മുഴുവൻ തീർക്കാൻ പറ്റും. ജപ്തി ഒരു കാരണവശാലും വീടിനുണ്ടാകില്ല. അതൊരു വലിയ അത്ഭുതം, വലിയൊരു സാക്ഷ്യമാണ്. അങ്ങനെ ഒരു സംഭവം നമ്മൾ ഒരിക്കലും അങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിക്കാത്ത ഒരു കാര്യമാണ്. ഒരിക്കലും ഇതെങ്ങനെ ഈ പ്രശ്നത്തിൽ ഭയങ്കര കുരുക്കുപെട്ട ഈ വിഷയത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അത്ഭുതകരമായിട്ട് ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായി. ആമേൻ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സാക്ഷ്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോണം. അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. എല്ലാ സാക്ഷ്യം വലുതാണെങ്കിലും ഈ ദിവസങ്ങളിൽ നമ്മളെ ആലോചന കേൾക്കുമ്പം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന ഒരു സംശയം, ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു, എങ്ങനെ എന്നൊരു ചോദ്യം ഇന്നാൾ നമ്മൾ പറഞ്ഞു. അത് നിങ്ങൾ മനസ്സീർണമായിരിക്കണം എന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥന സമയത്ത് സഹോദരയുടെ ചേച്ചിയുടെ ഒരു കാര്യത്തെ ദൈവാത്മാവ് ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്തത് വീടും ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഇപ്പോഴാണ് ഓർത്തത്. വീടിനോട് ചേർന്ന് തന്നെ ഒരു ഇതുപോലെ ഓട്ടോറിക്ഷ കിടക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ആ സഹോദരനോട് പറഞ്ഞായിരുന്നു, അവരത് അതായത് അതിൻ്റെ ഒരു പേര് പോലെ പറഞ്ഞായിരുന്നു, ചായ്പല്ല അങ്ങനെ എന്തോ പറയുകയും ചെയ്തായിരുന്നു സിസ്റ്റർ. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, അങ്ങനെ എന്തോ ഒരു സംഭവം പറഞ്ഞായിരുന്നല്ലോ, വീടിനോട് ചേർന്ന് തന്നെ ഇരിക്കുന്ന ഒരു ഓട്ടോറിക്ഷയും എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു, ആ ഒരു ചായ്പെന്നോ അങ്ങനെ എന്തോ ഒരു ചായ്പല്ല അങ്ങനെ എന്തോ ഒരു വാക്കും കൂടെ പറഞ്ഞായിരുന്നു. ഞാനിപ്പോഴത് ഓർത്തത്. അപ്പോൾ സിസ്റ്റർ ഏതാ ചാവടി അങ്ങനെ എന്തൊരു വാക്കാണ് ഞാനിപ്പോഴാണ് ചാവടി ഞാനത് ഓർക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ ഓർത്തത്.
അപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കേട്ട് നോക്കി, ജപ്തി കിടക്കുവാണ്, വസ്തു കിടക്കുന്ന ജപ്തിയിൽ, വീട് ജപ്തിയിൽ. സാധാരണഗതിയിൽ അവർക്ക് കടം വീട്ടാൻ പറ്റത്തില്ല, പക്ഷേ ദൈവാത്മാവ് ആ സ്ഥലത്തെയും ആ വണ്ടി കിടക്കുന്നതും ലൊക്കേറ്റ് ചെയ്തു. ആ കുടുംബത്തെ ദൈവം, ഞാൻ പറഞ്ഞില്ല വെറുതെ വിളിച്ചു പറയുമല്ല, ദൈവം ആലോചന പറയുമ്പോൾ അത് ഏറ്റെടുത്താൽ അതിൻ്റെ അകത്തൊരു പരിഹാരമുണ്ട്. കേട്ടതുപോലെ തന്നെ നിയമപ്രകാരം ജപ്തിയാണ്. എത്രയോ ബാങ്കുകാർ ജപ്തി ചെയ്ത് വീട് പോയിട്ടുണ്ടല്ലോ, നമുക്കറിയാം എത്രയോ വീടുകൾ ജപ്തി പോയിട്ടുണ്ട്. പക്ഷേ ഇത് ആലോചന കഴിഞ്ഞതിന് ശേഷം ഇത് ഗവൺമെൻറ് നിയമം തന്നെ മാറ്റി. ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഈ നിയമം കാണാപ്പാടം പഠിച്ചിട്ടാണോ ഈ ഇന്ന വീട്ടിൽ ഇന്ന സ്ഥലത്ത് ഇന്നത് വല്ലതും കിടപ്പുണ്ടെന്ന് പറയുന്നത്? അത് മാത്രമല്ല, കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ തന്നെ പറഞ്ഞു കേട്ടില്ല, ഇത് ദൈവത്താൽ തന്നെ എന്ന് പറയത്തക്കവണ്ണം ആ കുടുംബത്തോട് തന്നെ, അതാണ് ഏറ്റവും വലുത്, ആ കുടുംബത്തെ ദൈവം ഇടപെടുകയും, എത്രയോ കുടുംബക്കാരുണ്ട്, ചിലപ്പോൾ അത് പറയുന്നതിൻ്റെ പിറ്റേ ദിവസം ജപ്തി പോകേണ്ട ആൾക്കാരേറെയുണ്ട്. അത് പറഞ്ഞതിന് ശേഷമാണ് ഈ നിയമം വരുന്നതും. ആ നിയമപ്രകാരം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒന്നും നഷ്ടപ്പെടത്തില്ല കേട്ടോ, ഒന്നും വിൽക്കേണ്ടി പോലും വരത്തില്ല, ഒന്നും നഷ്ടപ്പെടാതെ തന്നെ ദൈവം അതിൻ്റെ അകത്ത് തൊടും, അതിനുവേണ്ടിയുള്ള വഴി ദൈവം തുറക്കും. ഇങ്ങനെ നിയമത്തെ മാറ്റാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ വഴി തുറക്കാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അവരോട് പറയണം, യേശു ഈ ദിവസങ്ങളിൽ ദൈവത്തെ ആരാധിക്കുക, കൂട്ടായ്മ ആചരിക്കുക, കർത്താവിൽ ബലപ്പെടുക, വഴി ദൈവം തുറക്കുമെന്ന് പറയുക. കർത്താവ് അത് ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമം. ഈ സാക്ഷി നിങ്ങൾ കേട്ടോണം. എങ്ങനെയെന്നൊരു ചോദ്യം മനസ്സിലുണ്ടെങ്കിൽ ഇത് ഈ സാക്ഷി നിങ്ങൾക്ക് ബലമാണ്. ദൈവം നമുക്ക് വേണ്ടി നിയമങ്ങളെ വരെ മാറ്റും. ആമേൻ, ആമേൻ. തീർച്ചയായിട്ടും പാസ്റ്ററെ, ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം മീറ്റിംഗിൽ കയറുന്നത്. ബ്രദർ ഈ സൊസൈറ്റിയുടെ വിഷയം പറഞ്ഞിട്ടില്ലേ? എനിക്കും അതുപോലെ ഒരു 8 ലക്ഷം രൂപയായിട്ട് 3 ലക്ഷം രൂപ എടുത്ത 8 ലക്ഷം രൂപയായിട്ട് ഇങ്ങനെ ഇപ്പൊ വന്ന് കിടക്കുക. യേശുവിന്റെ നാമത്തിൽ ഒരു സെക്കൻഡ് നിങ്ങൾ ആവശ്യമില്ലാതെ സംസാരിക്കരുതേ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ചെയ്തോ, പ്രാർത്ഥനയെ തുടർന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് പിന്നെ എപ്പോഴേലും സമയം കിട്ടുമ്പോൾ യൂട്യൂബിൽ കേൾക്കാം. സിസ്റ്റർ അത് ഏറ്റെടുത്തോണം. ഒന്നിലധികം ആൾക്കാർക്ക് വേണ്ടി കർത്താവ് ഈ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുമെന്ന് പറഞ്ഞാൽ സിസ്റ്ററെ, 8 ലക്ഷം രൂപ വലിയ കാര്യമാണ്. പക്ഷേ നമ്മളിന്ന് കേട്ട വചനപ്രകാരം ദൈവമാകുന്ന പിതാവിൻ്റെ കുഞ്ഞുങ്ങളാണ് നമ്മൾ. ഒരു ശിശുവിനെ പോലെ പറ, അപ്പൻ ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. എൻ്റെ ദൈവമോ മഹടത്തോടെ 8 ലക്ഷം രൂപ തൻ്റെ ധനത്തോളം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായിട്ട് തീർത്തു തരുമെന്ന് ഫിലിപ്പിയർ വാക്യം പറഞ്ഞുകൊണ്ടിരുന്നു. കർത്താവ് വഴി തുറന്നിരിക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. അതിന്റെ സാക്ഷ്യം എന്ന് പറയണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ഹലോ, പറഞ്ഞു എന്തോ ബ്രദർ പറഞ്ഞിരുന്നല്ലോ, കാൽമുട്ടിനും പാദത്തിനും ഇടയ്ക്ക് കറുത്ത പാടുകളുണ്ടെന്ന്. എന്റെ കാലിൽ അങ്ങനെ ഒരു പാടുണ്ട് ബ്രദറെ, 2 വർഷമായിട്ടുണ്ടാവുന്നുണ്ട്. സിസ്റ്റർ അത് കൈ വെച്ചിട്ട് പറയണം, യേശു എൻ്റെ ഈ ബുദ്ധിമുട്ടിനെ വഹിച്ചതിനോട് കർത്താവ് പറഞ്ഞൊരു വാക്കാണ്, അതിന് പാട് പോലും ഇല്ലാതെ വണ്ണം കർത്താവ് അത് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞത്. കൈ വെച്ചിട്ട് പറഞ്ഞോണം, യേശു എൻ്റെ ഈ രോഗത്തെ കർത്താവ് എടുത്തു, യേശുവിൻ്റെ മുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എനിക്ക് വേദനയും വേണ്ട, പാടും വേണ്ട, മുറിവും വേണ്ട, മുഴുവൻ യേശു എടുത്തു. കർത്താവിൻ്റെ മുറിവിനൊക്കെ സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് മുതൽ അത് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാഞ്ഞിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അത്ഭുതമായിരിക്കുന്നു കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അത് തന്നതിന് നന്ദി. ഇന്ന് മുതൽ ആ മുറിവിൽ അങ്ങ് ധ്യാനിച്ചു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇനി ശ്രദ്ധിച്ചോണം, ഒരു കാര്യം കൂടെ പറഞ്ഞോ. പറഞ്ഞു ബ്രദറെ, ഇപ്പം പറഞ്ഞ ആ ഒരു ഇത് കാലയിലുണ്ടെന്ന് പറഞ്ഞത്, എൻ്റെ വലത്തെ കാലിന്റെ മുട്ടിന് താഴെയായിട്ട് 1 വർഷമായിട്ട് പെട്ടെന്നൊരു ചൊറിച്ചിൽ വന്നിട്ട് ഇങ്ങനെ പുഴു കടിച്ച പോലെ ഇങ്ങനെ എനിക്ക് ഭയങ്കര അസഹ്യമായി. ഇവിടുന്ന് ഞാൻ മരുന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടും കുറയാൻ ഞാൻ നാട്ടിൽ കയറിപ്പോയി. അവിടെ ചെന്ന് അവർ ഓയിൽമെന്റും ആന്റിബയോട്ടിക്കും തന്നു. അവിടെ വെച്ച് കഴിഞ്ഞ ജൂലൈയിൽ അന്ന് ഇച്ചിരി കുറവുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും മടങ്ങി തിരിച്ച് ഡ്യൂട്ടി. എനിക്കറിയാം, മാനസികമായിട്ട് ചിലപ്പോൾ വാക്കുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞ വാക്കുകൊണ്ടൊക്കെ നിങ്ങൾക്ക് വിഷമം വന്നേക്കാം. വിഷമം വെച്ചുകൊണ്ടിരിക്കരുത്, തുടർച്ചയായിട്ട് പോവുക. മാനസികമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വന്നേക്കാം. പക്ഷേ പിണക്കം വരരുത്. കർത്താവിൻ്റെ സന്നിധിയിലാണ്, എവിടെയാണേലും ഇങ്ങനെയൊക്കെ തന്നെയുണ്ട്. പക്ഷേ കൂട്ടായ്മ ആചരിക്കുക, കർത്താവിനെ മാത്രം നോക്കുക. ഒരു ബ്രദറിനെയോ ഒരു സിസ്റ്ററിനെയോ നോക്കരുത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു, ഞാൻ സഹോദരിമാർക്ക് വേണ്ടി നമ്പർ ഇടാമെന്ന്. ഞാൻ ഇടാൻ വിട്ടുപോയതാണ്. ഞാൻ എൻ്റെ വൈഫിൻ്റെ നമ്പർ തന്നെയാണിത്. ഞാൻ പറഞ്ഞപ്പോൾ ഒരു വാക്ക് വന്നായിരുന്നു, കൗൺസിലിങ്ങിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ചിലർ ചിന്തിച്ചത് കൗൺസിലിങ്ങിന് വേണ്ടിയുള്ള നമ്പറാണോ എന്ന് ചിലർ ചോദിച്ചു. അത് എല്ലാം കൂടി ഉൾപ്പെടെയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേണ്ടി അത് കൂടുതൽ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ കഴിയത്തില്ലായിരിക്കും. നിങ്ങൾ ചാറ്റ് ചെയ്യുക. അതിനുവേണ്ട നമ്പറാണ്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് വന്ന ഒരു സഹോദരൻ അന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കുറച്ച് നേരമായിട്ട് ആ സഹോദരൻ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. സഹോദരൻ ലെഫ്റ്റ് സുബീഷ് ഞാൻ കാണുന്നത് എങ്ങനെയാണ്, സുബീഷ് എന്നാണ് കാണുന്നത്. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ പേര് വെച്ചാൽ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അദ്ദേഹം ഇങ്ങനെ കുറച്ച് നേരമായിട്ട് കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ്.
കർത്താവെ ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. സുബീഷ് ബേബി എന്നാണ് ഞാൻ പേര് കാണുന്നത്. ഇതിൻ്റെ അകത്ത് സൂമിൽ ടൈപ്പ് ചെയ്തേക്കുന്ന പേരാണ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് ആ മകനെ തുടർന്നിരുന്നില്ലെങ്കിൽ ആ മകനോ മകളോ എന്തോ ആയിക്കോട്ടെ, കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിശാലത ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു കർത്താവെ. എനിക്കത് ആരാന്നറിയത്തില്ല. പേരിട്ടേക്ക് നമുക്ക് പല പേരിലാണല്ലോ പേര് വരുന്നത്. പക്ഷേ എന്നോട് പറയുന്നു അലക്സ് എന്ന് പറയുന്ന ഒരാളെയുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഒരു വാതിൽ തുറക്കാൻ പോവാണ്. ഈ പേര് കുറിച്ചിട്ട് വേണം. അലക്സിനെ ദൈവം നിങ്ങൾക്ക് ഒരനുഗ്രഹമായി തീരും. ആ വ്യക്തി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നത് ഒരു അടയാളമായിരിക്കും. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം, കാത്തിരുന്നോണം. ഒരടയാളത്തിൻ്റെ ഇതായിട്ട് കർത്താവ് ആ കുടുംബത്തിലേക്ക് അയക്കും. ഗോഡ് ബ്ലെസ് യു ബ്രദറെ. സമാധാനത്തോടെ ഇരിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വാട്സാപ്പിലെ പ്രയറുകളൊക്കെ ഞാൻ റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നു. താമസം വരുന്നത് കൊണ്ട് നിങ്ങൾ ഭാരപ്പെടരുത്. പ്രയർ റിക്വസ്റ്റുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. അധികം ആളുകളെ ഞാൻ പ്രയർ റിക്വസ്റ്റ് എടുക്കാൻ വേണ്ടി ഇനി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ കൃപയാൽ പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ലൈവിലുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാ ദിവസവും മുടങ്ങാതെ ഈ സൂം പ്രയറിൽ കയറുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമാണ് നിങ്ങളെ കൊണ്ടുവരുന്നത് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, കർത്താവെ ഇന്ന് ലൈവിൽ കാണുന്നവർ പറഞ്ഞു നിങ്ങൾ മാക്സിമം ഒഴിവ് സമയം ഒട്ടും നിങ്ങൾക്ക് ഒരു ദിവസങ്ങളിൽ ജോലി തിരക്കാമെന്ന് എനിക്കറിയാം, ബിസിയാണെന്ന് എനിക്കറിയാം. ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ ലൈവിൽ സൂമിൽ പങ്കുചേരാൻ ശ്രമിക്കുക. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. എന്നാൽ നിങ്ങൾക്കത് പറ്റാത്തതുകൊണ്ട് സങ്കടപ്പെടരുത്. പ്രാർത്ഥിക്കുക എനിക്ക് അവസരങ്ങൾ തരാൻ വേണ്ടി. നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ നിങ്ങളുടെ ഏത് മേഖലയിലായിക്കോട്ടെ നിങ്ങൾ ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ, ഫേസ്ബുക്കിൽ കാണുന്നവർ അനേകരിലേക്ക് ഇത് എത്തിക്കുക. അത് ഷെയർ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ഗ്രൂപ്പിലേക്ക് നിങ്ങളത് അനേക ചാനലുകളിലേക്ക് എന്തിനാണ് ഈ ചാനൽ ജോയിൻ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ യൂട്യൂബേഴ്സൊക്കെ പറയുന്ന പോലെ ഇതിനകത്ത് വരാൻ വേണ്ടിയാണ്. എന്തിനാണ് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി അനേകരിലേക്ക് ഇത് എത്തിക്കണം. ഇന്ന് സൂം എത്തിക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ സൂം പ്ലാറ്റ്ഫോം മേടിച്ചിട്ടേക്കുന്നതാണ്. എന്തിന് അനേകർക്ക് വന്ന് കയറാൻ വേണ്ടി. അതേപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമുകളെല്ലാം സോഷ്യൽ മീഡിയ എല്ലാ പ്ലാറ്റ്ഫോമുകളും യൂസ് ചെയ്യുക. അനേകർക്ക് ഇത് സുവിശേഷത്തിനായിട്ട് നിങ്ങളത് ഉപയോഗിക്കുക. അനേകരിലേക്ക് ഇത് എത്തിക്കുക. ഇത് കേട്ടല്ലോ, അനേക തകർന്ന ഭവനത്തെ പണിയുവാൻ ഈ സുവിശേഷത്തിന് കഴിയും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു.